തൃശ്ശൂരിൻ്റെ ബിസിനസ് രംഗത്ത് വലിയ ഉയരങ്ങൾ തേടിയ അത്യപൂർവ വ്യക്തിത്വങ്ങളുടെ ഹൃദ്യമായ കഥകൾ. ഉയരെ ചെറിയ കഥകൾ, വലിയ ഉയരങ്ങൾ. A talk show that inspires. യുവതലമുറയ്ക്ക് അത്രയൊരു ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്രയില്ല. കാരണം ഇന്ന് ഈസി ആയിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ആക്സസ് ഒക്കെ കിട്ടും. അന്ന് ഈ ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു പടിവാതിൽ പോലും നമുക്ക് എത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ 2010 വരെ അത് ഒരു NGO പോലെയായിരുന്നു ഞങ്ങൾ ചെയ്തത്. മൈക്രോ ഫിനാൻസ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇടുക്കിയിലും തമിഴ്നാട്ടിലൊക്കെ കുറച്ച് പ്രൊജക്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഈ ബാങ്കിങ് രംഗത്തേക്ക് തുടക്കം എന്ന് പറയുന്നത് ആ ഒരു NGO വഴിയാണ്. ബ്ലേഡ് മാഫിയയുടെ ഭയങ്കരമായിട്ടുള്ള ഭീഷണിയൊക്കെ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ കഴുത്തിലൊക്കെ കത്തി വെച്ചിട്ട് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. 2010 ഒരു വലിയ ക്രൈസിസ്. എൻ്റെ കൂടെ അന്ന് കുറേ ആളുകളുണ്ട്. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞപ്പം ഞാൻ മാത്രമായിപ്പോയി. 2018 ഡിസംബറിലാണ് ഞങ്ങൾ പിന്നെയും ഒരു നിധി കമ്പനിയായിട്ടാണ് നമ്മൾ തൃശ്ശൂരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. 2020 കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു പൊന്നാനി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി നമ്മൾ വാങ്ങുന്നത്. തുടർന്ന് തൃശ്ശൂർ വന്നതിന് ശേഷം തൃശ്ശൂരിലെ ജനങ്ങളും ഇൻവെസ്റ്റേഴ്സൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ്. നമുക്ക് 2004 ഞാൻ അന്ന് 1000 രൂപ നോട്ടുണ്ട്. അപ്പോൾ 2000 രൂപയാണ് ലോൺ കൊടുക്കുക. ജീവിതത്തിൽ ആദ്യമായിട്ട് 2000 രൂപ നോട്ട് കൈകൊണ്ട് തൊടുന്ന ആളുകൾ വരെ ഉണ്ട്. അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. എൻ്റെ ജീവിത അനുഭവമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരു എന്ന് ഞാൻ പറയാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്കങ്ങനെ പറയാൻ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. നോ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തെ ഉണ്ടായ വിഷമം ഉണ്ടാവുള്ളൂ. അതിന് തുടർന്ന് നമ്മളൊരു എസ് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പാലിക്കാൻ പറ്റിയില്ല. കോവിഡിന് നമ്മൾ ലോക്ക്ഡൗൺ വന്നത് തൊട്ട് മുമ്പാണ് ഞങ്ങളിത് കമ്പനി വാങ്ങാനുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. എപ്പോഴും ഇത്തരം ചെറുകിട സംരംഭകർക്ക് എപ്പോഴും സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് ആക്സസിബിൾ ആണ്. കേരളത്തിലെ 2 RBIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കമ്പനികളേ ഉള്ളൂ. അതിലൊന്ന് നമ്മളാണ്. ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരു സ്ഥാപനമാണ് മൈക്രോ ഫൈനാൻസ് സ്ഥാപനങ്ങളെല്ലാം. ഒരു സോഷ്യൽ ബാങ്കിങ് ആണ് നമ്മൾ സത്യത്തിൽ ചെയ്യുക, ഒരു കോർപ്പറേറ്റ് ബാങ്കിങ് അല്ല. ചെറുപ്പം മുതലേ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു സിനിമാ നടനാവാനാണ്. അപ്പം ഞാൻ അതിനെ അന്ന് ശ്രമിച്ച് എനിക്ക് 2 വർഷം ശ്രമിക്കാൻ സമയം കിട്ടുള്ളൂ. ഉയരെ ചെറിയ കഥകൾ, വലിയ ഉയരങ്ങൾ. തൃശ്ശൂരിൻ്റെ ബിസിനസ് രംഗത്ത് വലിയ ഉയരങ്ങൾ തേടിയ അത്യപൂർവ വ്യക്തിത്വങ്ങളിലൂടെയുള്ള ആ ഒരു യാത്ര നമ്മൾ ഇന്നു മുതൽ ആരംഭിക്കുകയാണ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് അതിഥിയായിട്ട് എത്തിയിരിക്കുന്നത് ഓരോ മലയാളികൾക്കിടയിലും ഏറെ സുപരിചിതമായ സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിൻ്റെ CEO ആയ LB തോംസനാണ്. ഉയരയിലേക്ക് താങ്കൾക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. ബാങ്കിങ് ബിസിനസ് രംഗത്ത് ഒരുപാട് വർഷത്തെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ് ശ്രീ LB തോംസൺ. അപ്പോൾ താങ്കൾ ഈ ഒരു പൊസിഷനിലേക്ക് ഇതൊരിക്കലും വളരെ പെട്ടെന്നുള്ള ഒരു വളർച്ചയല്ലെന്നറിയാം. എങ്ങനെയായിരുന്നു ഗ്രാജുവലായിട്ടുള്ള ആ ഒരു ഗ്രോത്തിലേക്ക് എത്തിയത്? ഒരു വലിയ കാലയളവ് എന്ന് പറയുമ്പം ഏകദേശം 2002 മുതലാണ് ഞാൻ ഈ രംഗത്ത് വരുന്നത്. അപ്പോൾ 22 വർഷമായി. 22 വർഷം കഴിഞ്ഞു. അതൊരു ചെറിയ കാലയളവല്ല. എങ്കിലും ഡിഗ്രി കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും ഈ ഒരു രംഗം എന്ന് പറയുന്നത് എനിക്ക് തികച്ചും ഒരു പുതുമയുള്ളൊരു ഇതായിരുന്നു. ആ സമയത്ത് 2002 എന്ന് പറയുമ്പോൾ ഏകദേശം എനിക്കൊരു 21 വയസ്സ് ആണുള്ളത്. അപ്പോൾ എനിക്ക് ശരിക്കും സിനിമ ഫീൽഡായിരുന്നു എനിക്ക് താല്പര്യം. ഞാനൊരു നടനാവുക എന്നുള്ളതാണ് എനിക്ക് ചെറുപ്പം മുതലേ താല്പര്യം. അതനുസരിച്ച് ഞാൻ തിരുവനന്തപുരത്ത് ഒരു അക്കാഡമിയിൽ പോയി ഞാൻ കോഴ്സ് ചെയ്തു. അപ്പോൾ അതിനുശേഷം വീട് ഇപ്പോൾ എവിടെയാണ്? വീട് ഞാൻ അന്ന് ഇടുക്കിയിലായിരുന്നു. ഞങ്ങൾ ഫാദറിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയായിരുന്നു. 2 വർഷം ഞാൻ ആ ഒരു 2000 മുതൽ 2002 ലാസ്റ്റ് വരെ ഞാൻ ട്രിവാൻഡ്രത്ത് തന്നെയായിരുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ട് അന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഇപ്പോഴത്തെ ഉള്ള സിനിമ ചാൻസുകളൊന്നും അന്നില്ല. അന്ന് ഒരു ട്രഡീഷണലായിട്ട് ചാൻസ് തേടി നടക്കുക അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അത് കുറേ കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഫാദറിൻ്റെ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ടിട്ട് എനിക്ക് ഒരു ഷോർട്ട് ടൈമിലേക്ക് എനിക്ക് വീട്ടിലേക്ക് വരേണ്ടി വന്നു. ആൾക്ക് സുഖമില്ലാതെ വന്നപ്പം ജസ്റ്റ് ഒരു ഷോർട്ട് ടൈമിലേക്ക് എനിക്കത് ഏറ്റെടുക്കേണ്ട ഒരു സാഹചര്യം വന്നു. അങ്ങനെ ഏറ്റെടുത്ത് അവിടെ നിന്നു പോയതിന് ശേഷമാണ് ഇസാഫ്, ഇപ്പം നിങ്ങൾക്കറിയാം ബാങ്ക് ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്കാണ്. അപ്പോൾ അന്ന് ബാങ്കല്ല, അന്നൊരു ചെറിയൊരു NGO പോലെയാണ്. അപ്പോൾ ആദ്യം ഈ രംഗത്തേക്ക് വരാനുള്ളൊരു പ്രചോദനം, അല്ലെങ്കിൽ ആദ്യമായിട്ട് എനിക്കൊരു ജോലി ആവശ്യമാണ് അന്ന് ചെറിയൊരു കാലത്തേക്ക് എനിക്ക് നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെയാണ് ഞാൻ ഇസാഫിൽ ജോയിൻ ചെയ്യുന്നത്. ഇസാഫിൽ ജോയിൻ ചെയ്തതിന് ശേഷമാണ് ഈ പറയുന്ന ബാങ്കിങ് മേഖലയിലേക്ക് ഇതാണ് എൻ്റെ ഒരു മേഖല എന്ന് ഞാൻ തിരിച്ചറിയുന്നത്. അപ്പോൾ അത് അന്ന് ഇസാഫിൽ ജോയിൻ ചെയ്യുമ്പം മൈക്രോ ഫിനാൻസാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ വളരെ സാധാരണ ആളുകൾക്കാണ് അവർ ക്രെഡിറ്റ് കൊടുക്കുന്നത്. അപ്പോൾ സാധാരണക്കാരെന്ന് പറയുമ്പം അന്ന് വരെ എനിക്കൊരു അപരിചിതമായിരുന്നു ഈ സാധാരണക്കാർ. കാരണം നമ്മൾ ഒന്ന് ചെറുപ്പമാണ്, രണ്ടെന്ന് വെച്ചാൽ അത്രയും ബന്ധങ്ങൾ അങ്ങനെയൊന്നുമില്ല. അപ്പം ഇസാഫ് എനിക്കൊരു വലിയൊരു അനുഭവമാണ് തന്നത്. ഇടുക്കി ജില്ലയിലാണ് ഞാൻ അന്ന് വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം അന്ന് അവിടെ ഈ ബ്ലേഡ് മാഫിയയുടെ ഒരു വലിയൊരു വേരുകളുണ്ടായിരുന്നു അവിടെ. അത് തമിഴ്നാട്ടിൽ നിന്നുള്ള അതാണ്. അവർ ആഴ്ചയിൽ 10 ആഴ്ചയ്ക്ക് 9,000 രൂപ കൊടുക്കുന്നു.
1000 രൂപ അങ്ങനെ ഒരു ഇതായിരുന്നു. അത്രയും 10 ആഴ്ച കൊണ്ട് പലിശയായിരുന്നു. അത്രയും ഭയങ്കര പലിശയായിരുന്നു. അപ്പം ഇസാഫ് വന്നു കഴിയുമ്പോഴാണ് നമ്മൾ കൂടുതൽ ഈ ആളുകളെ, പ്രത്യേകിച്ചും സ്ത്രീകളെ നമുക്ക് അടുത്തറിയാനായിട്ട് പറ്റുന്നത്. കാരണം അവർ ഈ കൊള്ളപ്പലിശയ്ക്ക് എടുത്തിട്ട് അവർ ചെറുകിട തൊഴിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ അവരുടെ വേറെ കട അടയ്ക്കുന്ന ഇതൊക്കെയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു മാഫിയാണ്. ഈ തമിഴ്നാട്ടിൽ നിന്നുള്ള അന്ന് ഇടുക്കി മുഴുവൻ അതുണ്ടായിരുന്നു. കാരണം ഈ ബോർഡറാണ്, തമിഴ്നാടിൻ്റെ ബോർഡറാണ് ഇടുക്കി. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ കമ്പം, തേനി ആ ഭാഗത്തു നിന്ന്, അതുപോലെ തന്നെ ഉടുമൽപേട്ട ആ ഭാഗത്തു നിന്നൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇസാഫ് അവിടെ വന്നപ്പോൾ തന്നെ ഇവരുടെ ഒരു ജീവിതം ഭയങ്കരമായിട്ട് മാറി. അപ്പോൾ അത് എനിക്ക് ഭയങ്കരമായിട്ടൊരു ഇൻസ്പിറേഷനായിരുന്നു. കാരണം അപ്പം അങ്ങനെയാണ് ഞാൻ തീരുമാനിക്കുന്നത്, നമുക്ക് ഇതിൽ വലിയൊരു ഭാവിയുണ്ട്, അല്ലെങ്കിൽ എൻ്റെ മേഖല ഇതാണ് എന്ന് തീരുമാനിക്കണം. അപ്പോൾ വളരെ വേദനയോടെയാണ് ഞാൻ ഈ സിനിമാ ഫീൽഡൊക്കെ അന്ന് ഉപേക്ഷിക്കുന്നത്. അന്ന് ചാൻസസ് വളരെ കുറവാണ്. കാരണം ഇന്നത്തെ പോലെ ഒരു ക്യാമറ ഉണ്ടെങ്കിൽ നമുക്കൊരു സിനിമ പിടിക്കുന്നൊരു സാഹചര്യം അന്നില്ല. കാരണം അന്ന് ഫിലിമാണ്, അങ്ങനെ ഒരുപാട്. പിന്നെ ട്രഡീഷണലായിട്ട് ചാൻസ് ചോദിച്ച് തന്നെ നമുക്ക് അത് അന്ന് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു മനോഭാവമായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യങ്ങൾ. പിന്നീട് ഇസാഫിൽ ഞാനൊരു 2 വർഷം ജോയിൻ ചെയ്തു. അതിനുശേഷം തുടർന്ന് ഞാൻ സ്വന്തമായിട്ടൊരു കമ്പനി ഞാനും എൻ്റെ ഒരു 2 സുഹൃത്തുക്കളും ചേർന്നിട്ട് ഫോം ചെയ്തു. അന്ന് 2005 രജിസ്റ്റർ ചെയ്ത് ഞങ്ങൾ 2010 വരെ അത് ഒരു NGO പോലെയായിരുന്നു ഞങ്ങൾ ചെയ്തത്. മൈക്രോ ഫിനാൻസാണ് നമ്മൾ ചെയ്തത്. ഇടുക്കിയിലും തമിഴ്നാട്ടിലൊക്കെ കുറച്ച് പ്രൊജക്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതാണ് ആദ്യമായിട്ട് ഞാൻ തുടങ്ങുന്നത് മൈക്രോ ഫിനാൻസിലേക്ക്, ബാങ്കിങ് രംഗത്തേക്ക് തുടക്കം എന്ന് പറയുന്നത് ആ ഒരു NGO വഴിയാണ് വരുന്നത്. അപ്പോൾ അതിൽ വന്നു. പക്ഷേ നമുക്ക് 2010 ശേഷം നമുക്ക് അന്ന് ഈ ബാങ്കുകൾ മറ്റു കാര്യങ്ങളൊക്കെ ലോൺസൊക്കെ കൊടുക്കുന്നത് കുറഞ്ഞു. അപ്പോൾ നമുക്ക് ഫണ്ടിങ് അസിസ്റ്റൻസ് കിട്ടാതെ വന്നു. അപ്പോൾ ഞങ്ങൾക്കത് 2010 കൂടി അത് അവസാനിപ്പിക്കേണ്ടി വന്നു. അപ്പോൾ അവസാനിപ്പിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഉണ്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങളുണ്ടായി, സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ടായി. അതിലേക്ക് വരുന്നതിന് മുൻപ് ഇപ്പോൾ 2010 ഇങ്ങനെ ഒരു ക്രൈസിസ് വന്നെന്ന് പറഞ്ഞു. പക്ഷെ അതിലും വലിയൊരു ക്രൈസിസ് അല്ലെങ്കിലും നമ്മളെ സംബന്ധിച്ച് നമ്മൾ പറയുമല്ലോ, ഇപ്പോൾ ഗോഡ് ഫാദർമാരില്ല, ഗോവണിപ്പടികളോ ഒന്നുമില്ല, നമ്മളൊരു ബ്ലാങ്ക് സ്പേസിൽ നിന്നാണ് നമ്മൾ എഴുതി തുടങ്ങുന്നത്. തീർച്ചയായും. പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിൽ നിന്ന് വലിയൊരു ധനത്തിൻ്റെതായിട്ടുള്ളൊരു വലിയ സപ്പോർട്ടില്ല. നമ്മൾ തന്നെ നമ്മുടെ ഒരു കോൺഫിഡൻസിൻ്റെ പുറത്ത് ധനം സമാഹരിക്കുന്നു, അതിന് പറ്റുന്ന ഒരു ടീമിനെ കണ്ടെത്തുന്നു. അതുപോലെ അപ്പോൾ ആ ഒരു തുടക്ക കാലഘട്ടത്തിൽ പ്രത്യേകിച്ച് നമ്മൾ ഡയറക്റ്റ് അല്ലെങ്കിൽ കൂടി നമ്മൾ ഏറ്റുമുട്ടുന്നത് ഈ പറഞ്ഞ ഇടുക്കിയിൽ നിന്നൊക്കെയുള്ള വലിയൊരു ബ്ലേഡ് മാഫിയോട് കൂടിയാണ്. നമ്മൾക്ക് മുന്നിൽ ഇസാഫ് എന്നുള്ളൊരു കാര്യമുള്ളപ്പോൾ തന്നെ. അപ്പോൾ ആ സമയത്തുള്ള മറ്റ് ചലഞ്ചുകൾ, ഇതിൻ്റെ ഒരു ക്യാപിറ്റൽ കണ്ടെത്തുകയും ഇങ്ങനെ ഒരു ടീമിനെ നമ്മൾ കൊണ്ടുവരികയും നമ്മുടെ കൂടെ അതിനെ ഒരുമിച്ച് നടത്താനൊക്കെയുള്ള ഒരു കഷ്ടപ്പാടുകളൊക്കെ എങ്ങനെയായിരുന്നു അന്ന്? നമുക്കിതിപ്പം ഞാൻ പറയുന്ന പോലെ അത്ര സിമ്പിളാണോ എന്ന് എനിക്കറിയില്ല. കാരണം എൻ്റെ ഭാഷ അത്ര ഇതാവണമെന്നറിയില്ല. പക്ഷേ ഈ അന്നത്തെ കാലഘട്ടം എന്ന് പറയുമ്പോൾ 2004 ആ കാലഘട്ടം എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ടുള്ള ഈ ബ്ലേഡ് മാഫിയ എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഇന്ന് നമുക്കതിനെക്കുറിച്ച് പലർക്കും അനുഭവം ഇല്ല. ശരിക്കും പറഞ്ഞാൽ യുവതലമുറയ്ക്ക് അത്രയും ഒരു ബ്ലേഡ് എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് അത്ര ഇല്ല. കാരണം ഇന്ന് ഈസി ആയിട്ട് നമുക്ക് ബാങ്കിൽ നിന്ന് ആക്സസ് ഒക്കെ കിട്ടും. അന്നത്തെ കാര്യം അങ്ങനെയല്ല. അന്ന് ഈ ഒരു സാധ്യതയില്ല. പ്രത്യേകിച്ചും സാധാരണക്കാരായിട്ടുള്ള ആളുകൾക്ക് ബാങ്ക് എന്ന് പറയുന്നതിൻ്റെ ഒരു പടിവാതിൽ പോലും നമുക്ക് എത്താൻ പറ്റാത്തൊരു സ്ഥിതിയാണ്. അപ്പോൾ ആദ്യത്തെ മൂലധനം എന്ന് പറയുന്നത് ഞങ്ങൾക്ക് നെതർലാൻഡ് എംബസിയുടെ ഒരു ഗ്രാൻറ്റ് നമുക്ക് ഞങ്ങളുടെ NGOയ്ക്ക് കിട്ടുവാണ്. ഒരു 1.5 lakhs ആണ് നമുക്ക് അന്ന് കിട്ടുന്നത്. അപ്പോൾ അതാണ് ഞങ്ങൾ വെച്ചിട്ടാണ് ഞങ്ങൾ തുടങ്ങുന്നത്. ഇതിനെ ഞങ്ങൾ ചെറിയ ഡെയിലി കളക്ഷൻ പോലെ വളരെ കുറഞ്ഞ പലിശയ്ക്ക് ഞങ്ങൾ കൊടുത്തുകൊണ്ട് ഞങ്ങൾ തന്നെ ജോലി ചെയ്തു. ഞങ്ങൾ പ്രതിഫലം ഒന്നും പറ്റാതെ ഞങ്ങൾ സുഹൃത്തുക്കൾ, ഞാനും ഉൾപ്പെടെ ജോലി ചെയ്തുകൊണ്ടാണ് ഞങ്ങളിത് ആദ്യമായിട്ട് തുടങ്ങുന്നത്. പിന്നീട് യൂണിയൻ ബാങ്കിൽ നിന്ന് ഞങ്ങൾക്ക് ചെറിയൊരു അസിസ്റ്റൻസ് കിട്ടി. പിന്നീട് സമാന ആളുകൾ, ചിന്താഗതിയുള്ള ആളുകളെ നമുക്ക് കൂട്ടിയിട്ട് നമുക്കിതിലേക്ക് ഒരു ഫണ്ട് സ്വരൂപിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് വന്നു. ബ്ലേഡ് മാഫിയയുടെ ഭയങ്കരമായിട്ടുള്ള ഭീഷണിയൊക്കെ ആ സമയത്ത് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് ഭയങ്കരമായിട്ട് ഭീഷണി എന്ന് പറഞ്ഞാൽ ചില സിനിമയിലൊക്കെ കാണുന്ന പോലെ കഴുത്തിലൊക്കെ കത്തി വെച്ചിട്ട് പേടിപ്പിക്കുന്ന രീതിയിലൊക്കെ ഉള്ള സംഭവങ്ങൾ അന്ന് ഉണ്ടായിട്ടുണ്ട്. പിന്നീട് ഒരു 1-2 വർഷമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഇസാഫുണ്ട്, ഇടുക്കിയിലൊക്കെ ഞങ്ങളുണ്ട്, ഞങ്ങളുടെ NGO ഉണ്ട്. അപ്പം അങ്ങനെ വന്നപ്പോഴത്തേക്ക് അവർ കുറച്ച് അങ്ങ് പിൻവലിയാൻ തുടങ്ങി. കാരണം ആളുകളുടെ സഹകരണം ഇല്ലാതായിപ്പോയി. അപ്പോൾ ആ ഒരു ഇടുക്കി എന്ന് പറയുന്നത് ഇപ്പോഴും തന്നെ വളരെ റിമോട്ടായിട്ടുള്ള ഏരിയയാണ്. അപ്പോൾ അതിൽ നമുക്ക് ചെറിയ എമൗണ്ടുകൾ, അപ്പോൾ അന്നത്തെ എമൗണ്ട് എന്ന് പറഞ്ഞാൽ 2000 രൂപ 1000 രൂപയ്ക്കാണ് നമ്മൾ ലോൺ കൊടുക്കുക. അപ്പോൾ അത് തന്നെ വലിയ കാര്യമായിട്ട്, കാരണം ഇത് ബാങ്കിൽ പോയി കഴിഞ്ഞാൽ ആളുകൾക്ക് കിട്ടില്ല. 2000 പോയിട്ട് 1000 രൂപ പോലും ബാങ്കിൻ്റെ പടിവാതിൽ പോലും കയറാൻ പറ്റാത്ത സ്ത്രീകൾക്കാണ് നമ്മളിത് കൊടുക്കുക. അപ്പോൾ അവരിത് കിട്ടിക്കഴിയുമ്പോൾ അവർക്കുണ്ടാകുന്നൊരു സന്തോഷം ഒക്കെയാണ് നമ്മളിതിൽ നിലനിർത്തുക എന്നുള്ള രീതിയിൽ. അപ്പോൾ നമ്മളിതിൻ്റെ ഒരു വയബിലിറ്റിയോ ഇതിൻ്റെ ഒരു ലാഭമോ അല്ലെങ്കിൽ ഇതൊരു ബിസിനസ്സായിട്ടല്ല നമ്മളിത് തുടങ്ങുന്നത്. ഇപ്പോൾ ഇവർക്കൊരു ഹെൽപ്പ്, സഹായം എന്നുള്ള രീതിയിലാണ്. കാരണം നമുക്കും ആ സമയത്ത് എൻ്റെ ഫാദർ അല്ലെങ്കിൽ കുടുംബക്കാർക്കൊക്കെ ഈ ബാങ്കിൽ നിന്നൊക്കെ വളരെ മോശമായിട്ടുള്ള അനുഭവമാണ് ഉണ്ടാകുന്നത്. കാരണം അത്യാവശ്യം നല്ല രീതിയിലുള്ള കുടുംബം ആയിരുന്നെങ്കിൽ പോലും ഈ ലോൺ കിട്ടുക എന്ന് പറഞ്ഞാൽ, അപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് നമുക്ക് തന്നെ ലോൺ കിട്ടുന്നില്ല, അപ്പോൾ സാധാരണക്കാരെന്ത് ചെയ്യും എന്നുള്ളതാണ്. അതേസമയം അവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ഒരുപാട് സാധ്യതകളുണ്ട്, അവരത് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് നമ്മൾ ഇതിലേക്ക് വരികയും ഇതൊന്ന് ഡെവലപ്പ് ചെയ്യുക വരുന്നത്.
പിന്നീട് തുടർന്ന് കുറേ സഹായങ്ങൾ കിട്ടി. പക്ഷേ 2010 നമുക്ക് ഈ ഗ്രാൻഡ് കിട്ടുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം നമുക്ക് നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ വന്നു. നമ്മളൊരു ബിസിനസ് നമുക്ക് അപരിചിതമായൊരു കാര്യമാണ്. പക്ഷേ നമ്മളതിനെപ്പറ്റി കൃത്യമായൊരു പഠനം നടത്തുകയും നമ്മളൊരു ടീമിനെ ഉണ്ടാക്കിയെടുക്കുകയും ക്രൈസിസിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുകയും ചെയ്തെങ്കിൽ പോലും 2010 ഒരു വലിയ ക്രൈസിസ് താങ്കൾ പറഞ്ഞ പോലെ അവിടെ സംഭവിക്കുന്നു. അതെങ്ങനെയാണ് അങ്ങനെ ഒരു കാര്യം അവിടെ സംഭവിക്കുന്നത്? എങ്ങനെയാണ് അതിനെ തരണം ചെയ്തതൊക്കെ എങ്ങനെയാണ്? സത്യത്തിൽ അന്ന് ഇത് സംഭവിക്കുമ്പോൾ എൻ്റെ കൂടെ അന്ന് കുറേ ആളുകളുണ്ട്. പക്ഷേ സംഭവിച്ചു കഴിഞ്ഞപ്പം ഞാൻ മാത്രമായിപ്പോയി. അതൊരു ഭയങ്കര ഒരു എന്നെ തിരിച്ചറിവായിരുന്നു. സംഭവിക്കാനുള്ള കാരണങ്ങൾ എങ്ങനെയാണ്? സംഭവിക്കാനുള്ള കാരണങ്ങൾ നമ്മുടെ ആ സമയത്ത് നമ്മുടെ ഇടയിലുണ്ടായിട്ടുള്ള ചില പ്രശ്നങ്ങളും ഈ ഗ്രാൻഡ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ഗ്രാൻഡ് അല്ലെങ്കിൽ ആ അസിസ്റ്റൻസ്, ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് നമുക്ക് കുറഞ്ഞു. നമ്മുടെ പ്ലാനിംഗ് എന്ന് പറഞ്ഞല്ലോ, ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ ആ സമയത്ത്, കാരണം നമുക്കൊരു 2010 എന്ന് പറയുമ്പോൾ എനിക്ക് 29 വയസ്സാണ്. അപ്പോൾ ആ സമയത്ത് നമ്മളിത് തുടങ്ങുന്നത് ഏകദേശം 23 വയസ്സിലാണ് തുടങ്ങുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ പ്ലാനിങ്ങിലൊന്നും അല്ല നമ്മൾ തുടങ്ങുന്നത്. സ്ട്രക്ചറിങ് ഒക്കെ എങ്ങനെയായിരുന്നു ആ സമയത്ത്? സ്ട്രക്ചറിങ് അത് NGO ആയിരുന്നു. നമുക്ക് അന്ന് ഇസാഫ് പോലെ തന്നെ നമ്മളൊരു NGO ആയിരുന്നു, വില്ലേജ് വിഷൻ എന്നായിരുന്നു. അപ്പോൾ അത് ഒരു NGO മോഡലിലാണ് നമ്മൾ, ചാരിറ്റബിൾ സൊസൈറ്റി ആക്ടിലാണ് നമ്മളത് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ അതിൽ നമുക്ക് ബോർഡ് അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്, മെമ്പേഴ്സ് എല്ലാവരും ഉണ്ട്. പക്ഷേ ആരും ഈ പറയുന്ന പോലെ നമുക്കത്ര അവർക്കതിനെക്കുറിച്ച് അത്ര ബോധ്യമുള്ള ആളുകളായിരുന്നില്ല. കാരണം വളരെ ആധാർ കാർഡും മാത്രം വെച്ചിട്ടാണ് നമ്മൾ ലോൺ കൊടുക്കുക. അപ്പോൾ അതെങ്ങനെ തിരിച്ച് കിട്ടും എന്നൊക്കെയുള്ള ആശങ്കയുള്ള ആളുകളുണ്ട്. പക്ഷേ ഗ്രൂപ്പിനാണ് നമ്മൾ ലോൺ കൊടുക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ടും അവരുടെ ഒരു ഗ്യാരണ്ടിയിലാണ് ആളുകളത് തിരിച്ചടയ്ക്കുക. അപ്പം നമ്മുടെ ഒരു എക്സ്പീരിയൻസിൽ വളരെ പാവപ്പെട്ട ആളുകളാണ് എപ്പോഴും വളരെ ആത്മാഭിമാനമുള്ള ആളുകളായിരിക്കും. അപ്പോൾ അവരെന്നു വെച്ചാൽ എന്തായാലും എടുത്ത പൈസ തിരിച്ചടയ്ക്കും. ഇപ്പോൾ കുറച്ച് ബാങ്കിലൊക്കെ കിട്ടാക്കടമായിട്ട് കിടക്കുന്നതൊക്കെ വലിയ വലിയ ആൾക്കാരാണ്, പൈസ ഉള്ളവരാണ് ഇത് അടക്കില്ലാത്തത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇത് വളരെ കറക്റ്റായിട്ടുള്ള റീപേയ്മെൻറ്റും മറ്റു കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മുന്നോട്ട് പോകുന്നത്. പക്ഷേ ഈ അസിസ്റ്റൻസ് കുറഞ്ഞ് പിന്നെ അവസാനം 2010 അവസാനമായപ്പോഴത്തേക്കും ഇതിൽ നിന്ന് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് വരുമാനമില്ലല്ലോ. ഞങ്ങൾ 29-30 വയസ്സായിട്ട് ഞങ്ങൾക്ക് ഇതിൽ വരുമാനമില്ല. അപ്പോൾ വീട്ടുകാരുടെ സമ്മർദ്ദം കൊണ്ട് മറ്റു പല ആളുകളും കൂടെ ഉണ്ടായിരുന്നവർ മാറി. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസ് വന്നു കഴിഞ്ഞപ്പം അന്ന് 74 സ്റ്റാഫുണ്ട്. ഞാനാണായിരുന്നു അതിൻ്റെ ഓൾ. എൻ്റെ താഴെ 74 സ്റ്റാഫുണ്ട്. അപ്പോൾ അവർക്കൊക്കെ സാലറി കൊടുക്കാനും മറ്റു കാര്യങ്ങൾക്കൊക്കെ നമുക്ക് ബുദ്ധിമുട്ടുന്നൊരു സാഹചര്യങ്ങൾ വന്നു. പിന്നെ എതിർപ്പെന്ന് പറഞ്ഞാൽ ആ സമയമായപ്പോഴത്തേക്കും മറ്റ് പല കമ്പനികളും ഈ പറയുന്ന പോലെ മൈക്രോ ഫിനാൻസ് ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ വന്നപ്പോഴത്തേക്കും നമുക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും നമുക്കത് അവസാനിപ്പിക്കേണ്ട ഒരു രീതിയിലേക്ക്, അവസാനിപ്പിക്കാനല്ല, അത് ശരിക്കും സ്വയം അവസാനിച്ചു എന്നുള്ളതാണ്. പിന്നീടൊരു ശൂന്യതയായിരുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ സ്വന്തമായിട്ടൊരു ബിസിനസ്സും ചെയ്യുന്നില്ല. കാരണം ഭയങ്കരമായിട്ടുള്ള ആ സമയത്ത് തന്നെ നമുക്ക് ഏകദേശം നല്ലൊരു തുക കടം പേഴ്സണലായിട്ട് തന്നെ എനിക്കത് ഉണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് പിന്നീട് ഈ കടം എങ്ങനെ വീട്ടാം എന്നുള്ളതിലായിരുന്നു. അപ്പോൾ പല കമ്പനികളിലും സ്വാഭാവികമായിട്ട് ഫിനാൻസ് എക്സ്പീരിയൻസ് ആയതുകൊണ്ട് ആ രീതിയിൽ നമുക്ക് ഇന്നത്തെ വലിയ കമ്പനികൾ അന്ന് തുടങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ അതിൽ പലതിലും ഞാൻ ജോയിൻ ചെയ്തു. അപ്പോൾ അവർക്കൊക്കെ മൈക്രോ ഫിനാൻസിൻ്റെ തുടക്കം എന്ന് പറയുന്നത് പിന്നീട് നമ്മളാണത് ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ തുടങ്ങി ജോലി ചെയ്തു. പിന്നെ ആ കടം നമ്മൾ വീട്ടി. ഇപ്പോൾ 2018 പിന്നെ നമുക്ക് വീണ്ടും ഒരു ചിന്ത വരുന്നത്. അതായത് നമ്മൾ ഒരാളുടെ കീഴിൽ ജോലി ചെയ്യേണ്ട, കാരണം ഞാൻ എൻ്റെ ഒരു 8 വർഷം നമ്മൾ ഭയങ്കരമായിട്ട് എനിക്ക് ചിന്തിക്കേണ്ട ഒരു സാഹചര്യം വന്നു. ഭയങ്കരമായിട്ട് ഇത് നമ്മുടെ മേഖല തന്നെയാണോ, എന്തുകൊണ്ട് ഇത് തെറ്റുപറ്റി. കാരണം ചെറുപ്പം മുതലേ എനിക്ക് സിനിമാ ഫീൽഡാണ് താല്പര്യം. അപ്പോൾ അതിലാകുമ്പോൾ ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ഒന്നുമില്ല. കാരണം നമ്മൾ ചെല്ലുന്നു, നമ്മൾ അഭിനയിക്കുന്നു, അങ്ങനെയൊക്കെയാണല്ലോ. ഇത് എവിടെയാണ് നമുക്ക് തെറ്റിപ്പോയതെന്നുള്ളൊരു ചിന്ത വന്നു. എങ്ങനെ നമ്മൾ ഇനി അപ്പം ഏകദേശം 2016 വരെ ഞാൻ ഒരു പുതിയതായിട്ട് ഇനി സ്വന്തമായിട്ട് ചെയ്യണമെന്നോ അങ്ങനെയൊന്നും ഞാൻ ചിന്തിച്ചിട്ടേ ഇല്ല. കാരണം നമുക്കത്രയും ബാധ്യത ആ ചെറുപ്പത്തിൽ എനിക്ക് വന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് അതിൽ നിന്നും ബാധ്യത നിന്ന് മാറി വരിക എന്ന് പറഞ്ഞൊരു ചില്ലറ കാര്യമായിരുന്നില്ല. ഏകദേശം കോടികൾ ആ സമയത്ത് ബാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ അത് ജോലി ചെയ്ത് വീട്ടണം, വീട്ടിൽ നിന്ന് സഹായമില്ല, ബന്ധുക്കളുടെ സഹായമില്ല. കാരണം അവരെ സംബന്ധിച്ച് നമ്മൾ എന്താ പറയുക, 23 വയസ്സിൽ നമ്മളൊരു പരിപാടി തുടങ്ങിയിട്ട് അവർക്ക് ആർക്കും അറിയില്ലാത്തൊരു മേഖലയാണ്. ഇപ്പോൾ ഒരു കട തുടങ്ങുന്ന പോലെയോ അങ്ങനെയൊന്നും അല്ലല്ലോ. അപ്പോൾ ആരും നമുക്ക് സപ്പോർട്ടില്ല. അപ്പോൾ നമ്മൾ തന്നെ അത് വീട്ടേണ്ട ഒരു സാഹചര്യമാണ് വന്നത്. അപ്പോൾ അതിനുശേഷം നമ്മൾ പല സ്ഥലത്തും ജോലി ചെയ്തും പല രീതിയിലുള്ള ഇതുകൊണ്ടാണ് നമ്മൾ ആ കടമൊക്കെ നമ്മൾ ഏകദേശം 2016-17 നമ്മൾ തീർക്കുന്നൊരു സാഹചര്യം വന്നു. അതിന് ശേഷമാണ് പിന്നെ നമ്മൾ, കാരണം പല സ്ഥലത്തും ജോലി ചെയ്യുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പരിധി കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകൾ പിന്നെ നമ്മളെ കാണുന്നത് വേറെ രീതിയിലായിരിക്കും. കാരണം അവർക്ക് ഇപ്പോൾ മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ ഒന്ന് പഠിച്ചു കഴിഞ്ഞാൽ അതങ്ങ് കൊണ്ടേ നടന്നാൽ മതി. വേറെ അതിലേക്കുള്ള ഇൻപുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആളുകൾ ചിന്തിക്കുന്നത് വളരെ ഈസിയാണെന്നാണ്. അപ്പോൾ എന്താ വെച്ചാൽ ഇപ്പോൾ നമ്മളെപ്പോലെ ഒരാളെ സംബന്ധിച്ച് ഒരു ടോപ്പ് പൊസിഷനിൽ ഇരുത്തിയിട്ട് ഒരു വലിയ ഹൈ സാലറി അവർ തരിക എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടമായിരിക്കും. പിന്നീട് അവർ ചിന്തിക്കുന്നതെന്ന് വെച്ചാൽ ഇത് സ്റ്റാഫിനെ വെച്ച് നടത്തിക്കൊണ്ട് പോകാം, ആൾക്ക് എന്തിനാണ് ഹൈ സാലറി ഇടുക. അപ്പോൾ എനിക്കൊരു 3-4 അനുഭവം ഈ പറയുന്ന 2016 വരെ ഉണ്ടായി. അപ്പം 2016 വിവാഹം കഴിഞ്ഞത്.
അപ്പോൾ അതിന് ശേഷം ഞാൻ പിന്നെ ആലോചിച്ചു ഇനിയിപ്പോൾ ഒരു ജോലിക്ക് പോകുന്നില്ല, കാരണം നമുക്ക് നോക്കാം എന്നുള്ള രീതിയിലേക്ക് വന്നു. തുടർന്ന് നമുക്ക് പഴയ എൻ്റെ 1-2 ഫ്രണ്ട്സ്, ഒരു അനീഷ് വിജയൻ, പിന്നെ ഒരു രാജൻ സേവിയർ, അപ്പോൾ അവരുമായിട്ട് ഞാനിത് ഷെയർ ചെയ്തു. കാരണം അവരും അന്ന് ആ കാലത്ത് എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അവരുമായിട്ട് ഷെയർ ചെയ്തപ്പോൾ ഇതൊരു നല്ല തീരുമാനമായിട്ട് തോന്നി. 2018 ഡിസംബറിലാണ് ഞങ്ങൾ പിന്നെയും ഒരു കമ്പനി, ഒരു നിധി കമ്പനിയായിട്ടാണ് നമ്മൾ തൃശ്ശൂരിൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോഴേക്കും ഞങ്ങൾ ഇടുക്കിയിൽ നിന്ന് മാറി ഞങ്ങൾ പെരുമ്പാവൂർ താമസമാക്കി. 2020 കോവിഡിൻ്റെ സമയത്താണ് നമ്മൾ സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് എന്ന് പറഞ്ഞൊരു കമ്പനി, നമ്മൾ പൊന്നാനി ബേസ്ഡ് ആയിട്ടുള്ള കമ്പനി നമ്മൾ വാങ്ങുന്നത്. തൃശ്ശൂർ തുടങ്ങുമ്പോൾ എന്തായിരുന്നു പേര്? എംസയർ എന്നായിരുന്നു. എംസയർ നിധി ലിമിറ്റഡ് എന്നാണ്. അതിപ്പോഴും ഉണ്ട്. പിന്നീട് നിധിയുടെ ബിസിനസ് ഞങ്ങളൊന്ന് സൈഡിലേക്ക് വെച്ചിട്ട് ഞങ്ങൾ NBFC, അങ്ങനെയാണ് സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് നമ്മൾ പർച്ചേസ് ചെയ്യുകയും. ആ ഒരു ബ്രാഞ്ച് മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇന്ന് നമുക്ക് 40 ബ്രാഞ്ചുണ്ട്. തുടർന്ന് തൃശ്ശൂർ വന്നതിന് ശേഷം തൃശ്ശൂരിലെ ജനങ്ങളും ഇൻവെസ്റ്റേഴ്സൊക്കെ നമുക്ക് നല്ല സപ്പോർട്ടാണ് നമുക്ക് ചെയ്തത്. അന്നും നമ്മളുടെ കൈമുതലെന്ന് പറയുമ്പോൾ നമ്മുടെ ആത്മവിശ്വാസമാണ്. ഒപ്പം നമ്മൾ അതുവരെ എക്സ്പീരിയൻസ്, നമുക്ക് അതുവരെ കിട്ടിയിട്ടുള്ള എക്സ്പീരിയൻസ്, എങ്ങനെ ചെയ്യാം ചെയ്യരുത് എന്താണ്, ആ ബോധ്യമാണ് നമ്മൾ പിന്നെയും നമുക്ക് തുടങ്ങാനുള്ളൊരു പ്രചോദനം. അത് എനിക്ക് തോന്നുന്നത് അത് തെറ്റിപ്പോയില്ല എന്നുള്ളതാണ്. ഈ നിലവിൽ വരെയുള്ള ഒരിത് വളരെ സപ്പോർട്ട് എല്ലാവരുടെ അടുത്തു നിന്നും കിട്ടുന്നുണ്ട്. ഈ മൈക്രോ ഫിനാൻസ് എന്നുള്ളൊരു വേർഡ്, അതുപോലെ NBFC എന്നുള്ളൊരു വേർഡ്, ഇതൊക്കെ കൃത്യമായിട്ട് അറിയുന്നവരുണ്ട്, അറിയാത്തവരുണ്ട്. അപ്പോൾ NBFC എന്ന് പറഞ്ഞാൽ ഇപ്പോൾ താങ്കൾ വ്യാപരിക്കുന്ന ഈ ഒരു മേഖലയുടെ ഈ പുതിയ കാലത്ത് ഉള്ള ഒരു സാധ്യതകളും ഒരു കോമൺ മാനെ അതിലേക്കുള്ള ഒരു എൻട്രിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? NBFC എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്ന ആളുകളൊക്കെ ഒരുവിധം കോമൺ ഒരു ഇതിലേക്ക് വന്നിട്ടുണ്ട്. കാരണം ഒരുപാട് NBFCകൾ ഇപ്പോൾ ഉണ്ട്. പഴയ കാലഘട്ടത്തിൽ NBFC എന്താണെന്നൊന്നും അറിയില്ല. ഇപ്പോൾ ബാങ്കിന് തൊട്ട് താഴെ നിൽക്കുന്ന റിസർവ് ബാങ്കിൻ്റെ അംഗീകാരമുള്ള സ്ഥാപനങ്ങളാണ് നമ്മൾ NBFC, നോൺ ബാങ്കിങ് ഫിനാൻസ് കമ്പനീസ് എന്നാണ് അതിന് പറയുക, അതിൻ്റെ ഫുൾ ഫോം പറയുക. അത് ബാങ്കിങ്ങിൽ നമ്മൾ ചെക്കിൻ്റെ ഇത്, സേവിങ്സ് അക്കൗണ്ട്, ഡെപ്പോസിറ്റ്, കറണ്ട് അക്കൗണ്ട്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബാങ്കിലാണ് നമുക്ക് ചെയ്യാൻ പറ്റുക. NBFCയിൽ അതിന് താഴെ നമുക്ക് ലോൺസ് ചെയ്യാൻ പറ്റും. ഇൻവെസ്റ്റ്മെൻറ്റ്, പല രീതിയിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് നമുക്ക് സ്വീകരിക്കാം. ആളുകൾക്ക് ലോൺ കൊടുക്കാം, പല രീതിയിലുള്ള. ഗോൾഡ് ലോണൊക്കെയാണ് മെയിനായിട്ടും NBFCകൾ ചെയ്യുന്നത്. ഗോൾഡ് ലോണുണ്ട്, ഇതുപോലെ മൈക്രോ ഫിനാൻസ് ഉണ്ട്. 2005 മൈക്രോ ഫിനാൻസ് കുറച്ച് വ്യാപകമായിട്ട് വരുന്നത്. 2005 എന്ന് പറയുന്നത് UN മൈക്രോ ഫിനാൻസ് ഇയറായിട്ട് അന്ന് പ്രഖ്യാപിച്ചിരുന്നു. 2004 ഇതിൻ്റെ മൈക്രോ ഫിനാൻസിൻ്റെ പിതാവ് എന്ന് പറയുന്ന UNS, പ്രൊഫസർ മുഹമ്മദ് യൂനസിന് UN സമാധാനത്തിനുള്ള നൊബൽ സമ്മാനം കിട്ടുന്നത്. അപ്പോൾ ബംഗ്ലാദേശിൽ ഇതൊരു ഭയങ്കര വ്യാപകമായ രീതിയിലൊരു പോവർട്ടീനെ നിർമ്മാർജ്ജനം ചെയ്യാനായിട്ട് ഇത് ഭയങ്കരമായിട്ട് സഹായിച്ചിട്ടുണ്ട് ഈ മൈക്രോ ഫിനാൻസ്. ചെറിയ എമൗണ്ടുകൾ കൊടുത്തിട്ട് ആളുകളുടെ സ്വയം തൊഴിലിന് വേണ്ടിയിട്ട് കൊടുക്കുക. കാരണം ബാങ്കുകൾ ഒരിക്കലും ഇവർക്ക് ആക്സസ് അല്ല. ഇപ്പോൾ പോലും പലയിടത്തും ബാങ്കുകൾ ആക്സസ് അല്ല. അപ്പോൾ അങ്ങനെയുള്ള മേഖലയിലാണ് ഈ മൈക്രോ ഫിനാൻസ് കൂടുതലായിട്ട് വരുന്നത്. ഇപ്പം സാധാരണ ജനങ്ങളുടെ ഇടയിൽ മൈക്രോ ഫിനാൻസ് എന്ന് പറയുന്ന ടൈം ഒരു സാധാരണയാണ്. എനിക്ക് തോന്നുന്നു യുവതലമുറയ്ക്കാണ് അറിയില്ലാത്തുള്ളൂ, കാരണം അതുമായിട്ട് ബന്ധപ്പെട്ട്. പക്ഷേ സ്ത്രീകളുടെ ഇടയിലൊക്കെ വളരെ കോമൺ ആണ്. കുടുംബശ്രീ ഉണ്ട്, ജനശ്രീ ഉണ്ട്, പിന്നെ ഇപ്പം ഇസാഫ്, മുത്തൂറ്റ്, അങ്ങനെയുള്ള വലിയ വലിയ സ്ഥാപനങ്ങളെല്ലാം തന്നെ മൈക്രോ ഫിനാൻസ് അവരുടെ CSR ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് അവർ മൈക്രോ ഫിനാൻസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. അല്ലാതെ മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇത് ചെയ്യുന്ന കമ്പനികളുണ്ട്. പല മൈക്രോ ഫിനാൻസ് കമ്പനികൾ ബാങ്കായിട്ട് പിന്നീട് കൺവേർട്ട് ആയിട്ടുണ്ട്. അപ്പോൾ ഇസാഫ് പോലും സ്മോൾ ഫിനാൻസ് ബാങ്ക് ആവുന്നത് ഈ മൈക്രോ ഫിനാൻസ് ചെയ്ത അതൊരു NBFC ആയിരുന്നു. തുടർന്നാണ് അവർ ബാങ്കിലേക്ക് വരുന്നത്. അപ്പം മൈക്രോ ഫിനാൻസ് ടൈം ഇപ്പം സർവ്വസാധാരണമാണ്. ബാങ്കിൽ ചെന്നാൽ നമുക്ക് ലോൺ കിട്ടാൻ സാധ്യതയില്ലാത്ത ആളുകളെയാണ് മെയിനായിട്ട് മൈക്രോ ഫിനാൻസ് കമ്പനികളും ഈ NBFCകളൊക്കെ നമുക്ക് മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. കാരണം സാധാരണക്കാരുടെ ഇടയിലാണ് അവർ വർക്ക് ചെയ്യുന്നത് NBFCകളൊക്കെ. ഒരു റിമോട്ടായിട്ടുള്ള ആൾക്കാർ, ഒരു അർബൻ അല്ലെങ്കിൽ സെമി അർബൻ മേഖലയിലാണ് കൂടുതലായിട്ടും ഈ പറയുന്ന NBFCകളൊക്കെ കൂടുതലായിട്ട് വർക്ക് ചെയ്യുക. വലിയ NBFCകളുണ്ട്, അത് ഈ പറയുന്ന പോലെ നഗരപ്രദേശങ്ങളിലൊക്കെ വേറെ പ്രൊഡക്റ്റ് ലോൺസ് ചെയ്യുന്ന വലിയ NBFCകളും ഉണ്ട്. പക്ഷേ ബാങ്കിലേക്ക് നമുക്ക് ആക്സസ് ഇല്ലാത്തവരെയാണ് കൂടുതലായിട്ട് NBFCകൾ ഫോക്കസ് ചെയ്യുക. കാരണം ബാങ്ക് എന്ന് പറയുന്നത് എപ്പോഴും അതിന് ക്രെഡിറ്റ് സ്കോർ അല്ലെങ്കിൽ അങ്ങനെയുള്ള കുറേ കാര്യങ്ങളെ വെച്ചിട്ടാണ് ലോൺ കിട്ടുക. ഇപ്പോൾ സാധാരണക്കാരൻ ഇപ്പോഴും ബാങ്ക് എന്ന് പറയുന്നത് ഇപ്പം എനിക്ക് തോന്നുന്നത് ആദ്യകാലങ്ങളെ പോലെയല്ല, ഇപ്പോൾ കുറച്ച് പിന്നെയും ദൂരത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബാങ്കുകൾ. അപ്പോൾ അവിടെ എന്ന് പറയുന്നത് കറക്റ്റായിട്ട് അടയ്ക്കുന്നവരെ മതി എന്നുള്ളതാണ്. അവരൊരിക്കലും സാധാരണക്കാരന് ഒരിക്കലും ഒരു പ്രാമുഖ്യം കൊടുക്കുന്നില്ല. അവർ സേവിങ്സ് അക്കൗണ്ടിന് മാത്രമാണ് സാധാരണക്കാരന് ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ ഡെപ്പോസിറ്റിന് മാത്രം. പക്ഷേ ലോൺസിന് തന്നു കഴിഞ്ഞാൽ കിട്ടില്ല. അങ്ങനെ ഒരു സ്ഥിതിവിശേഷമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ NBFCകൾ ഒരുപാട് റിമോട്ട് ഏരിയയിലാണ് കൂടുതലായിട്ട് NBFCകൾ വർക്ക് ചെയ്യുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ ബാങ്കിൻ്റെ ഒപ്പം തന്നെ ഇന്ത്യയിൽ NBFCകളുടെ പ്രാധാന്യം എന്ന് പറയുന്നത് വളരെ വലുതാണ്. കാരണം അത്രയും പോർട്ട്ഫോളിയോ NBFCകൾ പല NBFCകളായിട്ട് നമുക്ക് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഒരിക്കലും അത് RBIക്കോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനോ ഒന്നും വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കില്ല. കാരണം ബാങ്കിങ് എത്താത്ത മേഖലയിലാണ് NBFCകൾ കൂടുതലും വർക്ക് ചെയ്യുക. അവരൊരിക്കലും ശരിക്കും പറഞ്ഞാൽ ഈ ബാങ്ക് ചെല്ലുന്നതിന് മുമ്പ് NBFCകൾ അവിടെ എത്തുവാണ്.
തുടർന്നാണ് ബാങ്കുകളൊക്കെ. ഇപ്പം ബാങ്കുകാർ മൈക്രോ ഫിനാൻസ് ലോൺ കൊടുത്തു തുടങ്ങിയത് പോലും ഈ NBFCകൾ മൈക്രോ ഫിനാൻസ് കൊടുത്തതിന് ശേഷമാണ്. ഇപ്പോൾ ഇസാഫൊക്കെ മുന്നിട്ട് ഈ ലോൺ കൊടുത്തതിന് ശേഷമാണ് ബാങ്കുകൾ, പല പ്രമുഖ ബാങ്കുകൾ പോലും കൊടുക്കുന്നത്. കാരണം അവർക്ക് ഈടില്ലാതെ എങ്ങനെ വായ്പ കൊടുക്കാമെന്നുള്ളൊരു ഇതുണ്ട്. മൈക്രോ ഫിനാൻസിൽ ഈടില്ലല്ലോ. അപ്പോൾ അത് തന്നെ ഒരു ധൈര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഞങ്ങളെപ്പോലെയുള്ള മൈക്രോ ഫിനാൻസ് കമ്പനികളിൽ നിന്നാണ് ഈ ധൈര്യം ബാങ്കുകൾക്ക് തന്നെ കിട്ടുന്നത്. പിന്നെ ഗവൺമെൻറ് അതൊരു ഇത്ര പെർസെൻറ്റേജ് ബാങ്കുകളും മൈക്രോ ഫിനാൻസ് കൊടുക്കണം എന്നുള്ളതായി. അപ്പോൾ അങ്ങനെ കൊടുക്കണം, അത് എഴുതി തള്ളാൻ വേണ്ടി കൊടുക്കുന്നതാണ്. പക്ഷേ അത് എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ അത് ഒരുപാട് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ, അല്ലെങ്കിൽ പ്രത്യേകിച്ച് സ്ത്രീജനങ്ങൾക്ക് അത് ഭയങ്കരമായിട്ട് ഉപയോഗം ഉണ്ടായിട്ടുണ്ട്. ഒരുപാട് പേര് അതിൽ ഭയങ്കരമായിട്ട് ജീവിതം മെച്ചപ്പെടുത്തിയ ആൾക്കാരുണ്ട്. ഒരുപാട് അതൊരു നമുക്ക് അടുത്തറിഞ്ഞാൽ മാത്രമാണ് അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. കാരണം എന്താ വെച്ചാൽ ഞാൻ ആദ്യം 2004 ഞാൻ അന്ന് 1000 രൂപ നോട്ടുണ്ട്. അപ്പോൾ 2000 രൂപയാണ് ലോൺ കൊടുക്കുക. അപ്പോൾ അന്ന് ക്യാഷാണ് ലോൺ കൊടുക്കുക. അപ്പോൾ ക്യാഷായിട്ട് 2000 രൂപ കൊടുത്തിട്ട് ജീവിതത്തിൽ ആദ്യമായിട്ട് 2000 രൂപ നോട്ട് കൈകൊണ്ട് തൊടുന്ന ആളുകൾ വരെയുണ്ട്. അപ്പോൾ അത് എനിക്ക് ഭയങ്കര അത്ഭുതമായിരുന്നു. അവരെന്നോട് പറയുന്നത് വെച്ചാൽ, സാറേ ഞങ്ങൾ ഇത് ആദ്യമായിട്ടാണ് ഇത് കൈകൊണ്ട് തൊടുന്നത്, ഈ 1000 രൂപ നോട്ട്. അത് ഭയങ്കര ഇതായി. അത് കിട്ടുമ്പോൾ അവരുടെ ആ സന്തോഷവും. അപ്പോൾ ഒരുപാട് ആളുകൾ ഈ പറയുന്ന അസിസ്റ്റൻസ് കിട്ടിയാൽ ജീവിതം മെച്ചപ്പെടുത്താം എന്ന് ചിന്തിക്കുന്നുണ്ട്. അവരൊരിക്കലും ബാങ്കുകാർ ഒരിക്കലും ഇപ്പോഴാണ് ബാങ്ക് പിന്നെയും കുറച്ചും കൂടി, അതും ഈ പറയുന്ന പോലെ സാധാരണക്കാരന് പറ്റുമെന്ന് എനിക്കറിയത്തില്ല, പക്ഷേ കുറച്ചും കൂടി നല്ല ക്രെഡിറ്റ് വർത്തിനസ് ആയിട്ടുള്ള ആളുകളെ സംബന്ധിച്ച് ബാങ്ക് ആക്സസിബിളാണ്. പക്ഷേ സാധാരണക്കാരന് ഇപ്പോഴും ഇതാണ്, ഒരു ബാങ്കിൽ പോയി ഒന്ന് സംസാരിക്കാനോ ഒരു എൻട്രി എന്ന് പറയുന്നത് പോലും പേടിയാണ്. പണ്ട് തീർത്തും ഇതാണ്, ബാങ്കിൻ്റെ മുന്നേ കൂടെ പോലും പോകാൻ സാധാരണക്കാരന് പറ്റത്തില്ല. അപ്പോൾ ആ ഒരു ഇതിൽ NBFC എന്ന് പറയുന്നത് ഭയങ്കരമായിട്ടുള്ള സാധ്യതകളാണ്. ഫ്യൂച്ചറിലും ഭയങ്കര സാധ്യതയാണുള്ളത്. കാരണം NBFCനെ ഒഴിവാക്കിക്കൊണ്ട് ഒരു ഗവൺമെൻറ് ഒരു നയം സ്വീകരിക്കാൻ പറ്റത്തില്ല. കാരണം ബാങ്കുകൾക്ക് ഇതൊരിക്കലും ഇത്രയും ആളുകളെ സെർവ് ചെയ്യാൻ പറ്റില്ല. അവരുടെ ഫിനാൻഷ്യൽ നീഡ്സ് എന്ന് പറയുന്നത് ഒരിക്കലും സെർവ് ചെയ്യാൻ പറ്റില്ല. അപ്പം ബാങ്കുകൾ കൈകാര്യം ചെയ്യുന്ന സെയിം പോർട്ട്ഫോളിയോ തന്നെ NBFCകളും കൈകാര്യം ചെയ്യുന്നുണ്ട്. വലിയൊരു മേഖലയാണ്. അപ്പോൾ തുടർന്ന് ഭയങ്കരമായിട്ടുള്ള ഭാവിയാണ് NBFCകൾക്കുള്ളത്. പക്ഷേ റിസർവ് ബാങ്ക് ഇപ്പം നല്ല രീതിയിലുള്ള NBFCകൾ മതി എന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. അപ്പോൾ ചെറിയ NBFCകളൊക്കെ അത് ക്ലോസ് ചെയ്യുന്ന രീതിയിലേക്ക് അതിൻ്റെ നയങ്ങളൊക്കെ വ്യത്യാസം വരുന്നുണ്ട്. ഗവൺമെൻറ്റും RBI ഒക്കെ അതിൻ്റെ നയങ്ങളിൽ വ്യത്യാസം വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്താണെന്ന് വെച്ചാൽ സീരിയസ് ആയിട്ട് ഈ ബിസിനസ് ചെയ്യുന്നവർ മതി മേഖലയിൽ എന്നുള്ള ഒരിതുണ്ട്. ഇപ്പോൾ നമ്മൾ ഏതാണ്ട് ഒരു 2 പതിറ്റാണ്ട് കാലത്തെ ഒരു ബിസിനസ് ലൈഫ് അല്ലെങ്കിൽ നമ്മുടെ ഫീൽഡുമായി ബന്ധപ്പെട്ടൊരു എക്സ്പീരിയൻസ് നമുക്കുണ്ട്. പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ നമ്മളെ ലൈഫിൽ കൃത്യമായിട്ട് ചില തീരുമാനങ്ങൾ എടുക്കാൻ ഉപകരിക്കുന്ന ഒരു മെൻറ്റർ, ഒരു ഗുരു, ഒരു ബിസിനസ് ഗുരു എന്ന് പറയുന്ന പോലെയുള്ള ഒരാളുടെ ഒരു സാന്നിധ്യം തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും. അത് അങ്ങനെ ഒരു വ്യക്തിത്വം ഉണ്ടോ? എന്നെ സംബന്ധിച്ച് അങ്ങനെ ഒരു വ്യക്തി എന്ന് പറയാനില്ല. എന്നെ സംബന്ധിച്ച് എൻ്റെ ജീവിത അനുഭവമാണ് എന്നെ സംബന്ധിച്ച് എൻ്റെ ഗുരു എന്ന് ഞാൻ പറയാം. അങ്ങനെ ഒരു പ്രത്യേകിച്ച് ഒരു വ്യക്തിയെ ചൂണ്ടിക്കാണിച്ചിട്ട് എനിക്കങ്ങനെ പറയാൻ ഇല്ല എന്നുള്ളതാണ് ഒരു സത്യം. അനുഭവം തന്നെയാണ്, അനുഭവമാണ് എന്നെ സംബന്ധിച്ച് ഉള്ള. കാരണം ഞാൻ ഒന്നും അറിയാത്തൊരു പ്രായത്തിലാണ്. കാരണം ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ പല ആൾക്കാരും 20-22 വയസ്സിലൊക്കെ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന പ്രായമാണ്. ഞാൻ അന്ന് കോളേജ് ഡിഗ്രി കഴിഞ്ഞ ഉടനെ തന്നെ ഞാൻ ഒരു വലിയൊരു ഉത്തരവാദിത്തത്തിലേക്ക്, അല്ലെങ്കിൽ നമുക്കൊന്നും പരിചയമില്ലാത്ത, അന്ന് ആളുകൾക്ക് പരിചയമില്ലാത്ത, അല്ലെങ്കിൽ ഇന്ന് പറഞ്ഞാൽ പോലും ആളുകൾ അത്ഭുതപ്പെടുന്ന ഒരു മേഖലയിലേക്കാണ് ഞാൻ എടുത്തു ചാടിയത്. അന്ന് ഒരു പ്രായത്തിൻ്റെ ഒരു ഇതാണ്. കാരണം നമുക്ക് നമ്മുടെ മുന്നിലിരിക്കുന്ന ആളുകളെ ഒന്ന് സഹായിക്കാം, അല്ലെങ്കിൽ നമുക്ക് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു മൈൻഡിലാണ് നമ്മൾ ഇതിലേക്ക് എടുത്തു ചാടുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ഒരു ഗുരു വ്യക്തി നമുക്ക് കാണിച്ചു കൊടുക്കാനില്ല. പക്ഷേ എന്നെ സംബന്ധിച്ച് എൻ്റെ 2010 ശേഷം ഉള്ള ഒരു 8 വർഷക്കാലം എനിക്ക് സംഭവിച്ച ആ ഒരു തിരിച്ചറിവുകൾ, അതൊക്കെയാണ് എൻ്റെ ഗുരു എന്ന് പറയുന്നത്. അത് സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് തുടങ്ങുമ്പോൾ അല്ലെങ്കിൽ അതിന് ശേഷമുള്ള എൻ്റെ ലൈഫിൽ ഒരുപാട് എനിക്ക് ഗുണം ചെയ്തിട്ടുണ്ട്. ഞാനൊരു ശരിക്കൊരു ബിസിനസ്സുകാരനായിട്ട് ബിസിനസ് ലൈഫും പേഴ്സണൽ ലൈഫും സൗഹൃദങ്ങളുമൊക്കെ വേറെ വേറെയാണ് എന്ന് തിരിച്ചറിയാനായിട്ട് എനിക്ക് ആ അനുഭവങ്ങൾ എനിക്ക് ഒരുപാട് ഗുണം ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ പറയുന്ന പോലെ 100% എനിക്ക് അത് കറക്റ്റായിട്ട് കൊണ്ടു നടക്കാനായിട്ട് സാധിച്ചിട്ടില്ല. പക്ഷേ മാറ്റങ്ങൾ ഓരോ ദിവസവും ഞാനത് പുതുക്കി പോകുന്ന ഒരാളാണ്. ബിസിനസ്സുകാരനാകുമ്പോൾ നമ്മളെപ്പോഴും പെട്ടെന്ന് പറയുന്നൊരു വാചകമാണ്, നമ്മൾ എന്തെങ്കിലും ഒരു ബിസിനസ് കാണുക എന്നുള്ള രീതിയിൽ പെട്ടെന്ന് നമ്മുടെ പൊതുജനങ്ങൾ പറയാറുണ്ട്. പേഴ്സണൽ റിലേഷൻഷിപ്പും അതുപോലെ തന്നെ ബിസിനസ് റിലേഷൻഷിപ്പ്, ഇത് രണ്ടായിട്ട് തന്നെയാണ് കാണാറുള്ളത്. അതല്ലെങ്കിൽ എവിടെയെങ്കിലും അത് വളരെ പോസിറ്റീവായ രീതിയിൽ അതിനൊരു കൺവെർഷനൊക്കെ മനസ്സിൽ തോന്നാറുണ്ടോ? 2010 ശേഷം ഞാൻ പറഞ്ഞില്ല, എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി മറ്റു കാര്യങ്ങളും ഉണ്ടായതിന് ശേഷവും ഈ ബിസിനസ് റിലേഷൻഷിപ്പും പേഴ്സണലായിട്ടുള്ള സൗഹൃദങ്ങളെ ഞാൻ അതിന് ശേഷവും ഞാൻ ഒന്നിച്ച് തന്നെയാണ് കൊണ്ടുപോയിക്കൊണ്ടിരുന്നത്.
പക്ഷേ എനിക്ക് സൗത്ത് ഇന്ത്യൻ തുടങ്ങി കുറച്ച് കാലങ്ങൾക്ക് ശേഷമാണ് അത് ഞാൻ ചെയ്യുന്നത് ശരിയല്ല എനിക്കൊരു ബോധ്യമുണ്ടായി. കാരണം പല ആളുകൾ എന്നോട് പറഞ്ഞെങ്കിലും ഞാനത് അത്ര കാര്യമാക്കിയിരുന്നില്ല. കാരണം അത് നമുക്ക് ബിസിനസ്സിൽ ഭയങ്കരമായിട്ട് ദോഷം ചെയ്യും. സൗഹൃദങ്ങൾ എന്ന് പറയുന്നത് സൗഹൃദങ്ങളായിട്ടും അല്ലെങ്കിൽ വ്യക്തിപരമായ ബന്ധങ്ങളെ വ്യക്തിപരമായിട്ട് തന്നെ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അല്ലെങ്കിൽ ബിസിനസ്സിൽ ഒരിക്കലും നമുക്ക് അത് ഗ്രോത്ത് ഉണ്ടാവില്ല. അപ്പോൾ അത് എനിക്ക് തോന്നുന്നത് ഏറ്റവും അടുത്താണ് എനിക്ക് മനസ്സിലായത്. എനിക്ക് തോന്നുന്നു 1-2 വർഷങ്ങൾക്ക് മുമ്പാണ് ഞാനത് ഭയങ്കരമായിട്ട് തിരിച്ചറിഞ്ഞതും. അപ്പോൾ എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ കൂടെ ഉണ്ടായിരുന്നവരെന്ത് ചെയ്തു, അതുവരെ ഉണ്ടായിരുന്ന എൻ്റെ സ്വഭാവത്തിൽ ഭയങ്കരമായിട്ടൊരു ചേഞ്ച് വന്നു കഴിഞ്ഞപ്പം പല ആളുകളും അത് അവരെ സംബന്ധിച്ച് അതൊരു ഉൾക്കൊള്ളാൻ പറ്റാത്തൊരു ഇത് വന്നു. പക്ഷേ എനിക്കിപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പം നോക്കുമ്പം ഞാനത് ഭയങ്കര സാറ്റിസ്ഫൈഡാണ്. കാരണം അങ്ങനെ അല്ലായിരുന്നെങ്കിൽ വീണ്ടും എനിക്ക് ഒരു ദുരനുഭവം ഉണ്ടാകുന്നൊരു സാഹചര്യത്തിലേക്ക് വരുമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ വെച്ചാൽ ഇപ്പം നിലവിൽ ഞാൻ അതിനെ രണ്ടായിട്ട് തന്നെയാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ പല അടുപ്പമുള്ള ആൾക്കാരും ഞാൻ വളരെ മാറിപ്പോയി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. സ്വഭാവം തീർത്തും മാറി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷേ നമ്മൾ ഒന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അപ്പോഴത്തെ ഉണ്ടായ വിഷമം ഉണ്ടാവുള്ളൂ. അതിന് തുടർന്ന് നമ്മളൊരു എസ് പറഞ്ഞാൽ ചിലപ്പോൾ നമുക്കത് പാലിക്കാൻ പറ്റിയില്ല, അല്ലെങ്കിൽ നമ്മൾ പിന്നീട് ചിന്തിച്ചിട്ട് പറയുന്നൊരു ആ ഒരു സാഹചര്യം നമുക്ക് ഒഴിവാക്കാൻ പറ്റും. ഇപ്പോൾ ഏകദേശം എന്നോട് അടുത്തിരിക്കുന്നവർക്കൊക്കെ എൻ്റെ ഇപ്പം നിലവിൽ അറിയാം എൻ്റെ സ്വഭാവം ഇങ്ങനെയാണെന്ന് അറിയാം. അതുകൊണ്ട് അതൊരു പ്രശ്നമല്ല. പക്ഷേ രണ്ടായിട്ട് തന്നെ എപ്പോഴും നമ്മൾ ചിന്തിക്കണം. കാരണം അല്ലെങ്കിൽ നമുക്ക് ബിസിനസ് ഒരിക്കലും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റില്ല. അതൊരു വലിയ പാഠമാണ്. വലിയ പാഠം എന്ന് പറഞ്ഞാൽ അത് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതാണ്. ഒരിക്കലും നമ്മൾ ബിസിനസ്സിനെയും പേഴ്സണൽ ലൈഫ് ഈ പറയുന്ന പോലെ വ്യക്തിപരമായ ബന്ധങ്ങൾ സൗഹൃദങ്ങളെയൊന്നും നമ്മൾ കൂട്ടിക്കുഴയ്ക്കുകയേ ചെയ്യരുത് ഒരു കാരണവശാലും. അത് നമുക്ക് ഒരിക്കലും അത് നിലനിർത്തി ഒരു ബിസിനസ് വലിയ രീതിയിൽ വിജയിപ്പിക്കാനായിട്ട് സാധിക്കില്ല. ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ഏതൊരാളെ സംബന്ധിച്ചും ചില സമയത്ത് നമുക്ക് വളരെ ക്വിക്കായിട്ടുള്ളൊരു ഡിസിഷൻ എടുക്കേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ നമ്മളെടുക്കുന്നത് ഒരു എടുത്തുചാട്ടമാണെന്ന് ചിലപ്പോൾ തോന്നലുണ്ടാവാം. അല്ലെങ്കിൽ ഈ തീരുമാനം ഇത് ഏത് രീതിയിലായിരിക്കും എന്നൊരു കൺഫ്യൂഷൻ ഉണ്ടായിരിക്കും. പക്ഷേ ഒരു 50-50 ചാൻസ് ആയിരിക്കും ചിലപ്പോൾ. പക്ഷേ നമ്മുടെ ഒരു ധൈര്യവും നമ്മുടെ ഒരു എക്സ്പീരിയൻസും വെച്ച് നമ്മൾ ആ ഡിസിഷൻ എടുത്ത ഡിസിഷൻ വളരെ നന്നായി വരുന്നു. അങ്ങനെ ഉണ്ടായ ഒരു മൊമെന്റ് ഏതായിരിക്കും? ഞാൻ ഓർക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 2018 നമ്മൾ നിധി കമ്പനിയായിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് തൃശ്ശൂർ. അതിനുശേഷം 2020 കോവിഡ് വരുന്നത്. 2019 ലാസ്റ്റ് 20 കോവിഡ് വരുന്നത്. 2 വർഷം. അതെ. കോവിഡിൻ്റെ സമയത്താണ് സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് ഞങ്ങൾ വാങ്ങുന്നത്. അപ്പോൾ അത് ആളുകളെല്ലാം എനിക്ക് ചുറ്റുമുള്ള എൻ്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെ ബോർഡിലുള്ളവരുൾപ്പെടെ ഈ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കാരണം ഇത് എപ്പോൾ അവസാനിക്കുമെന്ന് അറിയത്തില്ലല്ലോ, കോവിഡ് എപ്പോൾ തീരുമെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ വലിയൊരു കമ്പനി ഭയങ്കര ബാധ്യതയാണിത്. അത് വാങ്ങി വെച്ചിട്ട് നമുക്ക് ബിസിനസ് പോലും ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം വന്നാൽ അത് ഭയങ്കര പ്രശ്നമാവുമല്ലോ. അതാണ് എല്ലാവരും ചിന്തിച്ചത്. തുടക്കത്തിൽ തന്നെ അത്രയും വലിയൊരു അത് കോവിഡിന് നമ്മുടെ ലോക്ക്ഡൗൺ തൊട്ട് മുമ്പാണ് ഞങ്ങളിത് ഈ കമ്പനി വാങ്ങാനുള്ള എഗ്രിമെൻറ്റ് സൈൻ ചെയ്തത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമ്മളൊരു തീരുമാനം എടുത്തു. നമ്മൾ എടുത്ത തീരുമാനത്തിന് ശേഷമാണല്ലോ കോവിഡ് വരുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു നമുക്കിത് മുന്നോട്ട് പോവാം. അപ്പം സത്യം പറഞ്ഞ ബോർഡിൽ ഞാൻ ഒഴികെ ബാക്കി ആരും ഇതിന് സമ്മതിച്ചില്ല. ഭയങ്കര റിസ്ക്കാണ്. കാരണം കോവിഡിലൊരു ബിസിനസ് പുതിയത്, അതും പ്രത്യേകിച്ച് ഫിനാൻസ്. കാരണം ഫിനാൻസ് കൊടുത്ത് തിരിച്ച് കിട്ടില്ലല്ലോ. അതും മൈക്രോ ഫിനാൻസ്. കാരണം ആളുകളെല്ലാം ജോലിയില്ലാത്തൊരു അവസ്ഥ. പക്ഷേ അതൊരു എന്നെ സംബന്ധിച്ച് 50 എന്ന് പറഞ്ഞാൽ ഇവരെല്ലാവരും എതിർത്തപ്പോൾ ഞാൻ വിചാരിച്ചു മിക്കവാറും ഇത് എൻ്റെ ഒരു ജീവിതത്തിലെ ഏറ്റവും ഒരു മോശം തീരുമാനമായിരിക്കും എന്ന് ചിന്തിച്ചു. പക്ഷേ അത് ഞങ്ങളെ സംബന്ധിച്ച് ഭയങ്കര ഒരു അതായത് ഭയങ്കര പോസിറ്റീവായിരുന്നു ആ സമയത്ത്. നമുക്ക് ബിസിനസ് എന്ന് പറയുമ്പം എനിക്ക് തോന്നുന്നു കോവിഡ് സമയത്തുണ്ടായ ബിസിനസ് ഞങ്ങൾക്ക് പിന്നീട് ഉണ്ടായിട്ടൊരു സംശയമുണ്ട്. അത്രയ്ക്കും നമുക്ക് ഭയങ്കര ഒരു ഇതായിപ്പോയി. അത് ഇപ്പോൾ ആളുകൾ പറയുന്നുണ്ട് അന്ന് നമ്മളെടുത്ത തീരുമാനം നല്ലതായിരുന്നു എന്നുള്ളത്. അതൊരു 50-50 ചാൻസ് അല്ല. സത്യത്തിൽ ഞാൻ എടുക്കുമ്പോൾ എനിക്ക് 100% ഉറപ്പുണ്ടായിരുന്നു. പക്ഷേ ആളുകൾ പറയുമ്പോൾ എന്താ വെച്ചാൽ എൻ്റെ ശതമാനം കുറഞ്ഞിട്ട് 1% പോലും ഇല്ലാത്തൊരവസ്ഥയാണ്. പക്ഷേ നമ്മൾ എന്ത് ചെയ്തു, പോസിറ്റീവായിട്ട് എടുത്തു. നമുക്ക് ആ സമയത്താണ് ഏറ്റവും കൂടുതൽ ബിസിനസ് നമുക്ക് വന്നു, ആളുകളുടെ സഹകരണം നമുക്ക് കിട്ടി. അതൊരു ഭയങ്കര ശരിക്കും അന്ന് എടുത്തിട്ട് അതൊരു ഫെയിലിയർ ആയിരുന്നെങ്കിൽ ചിലപ്പോൾ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിക്കാൻ നമ്മൾ ഉണ്ടാവില്ല. പക്ഷെ അതിൽ എനിക്ക് മനസ്സിലായി. കാരണം നമ്മളാണ് തീരുമാനം എടുത്ത് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴാണ് സാഹചര്യമൊക്കെ നമ്മൾ പിന്നീട് അനുകൂലമാക്കുകയോ ചെയ്യുന്നത്. സാഹചര്യത്തെ നോക്കി നമ്മളൊരു തീരുമാനം എടുക്കാൻ നിന്നാൽ പിന്നെ നമുക്ക് അതിനെ സമയം കാണുള്ളൂ. LB തോംസൺ എന്ന താങ്കൾ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിൻ്റെ ഒരു CEO ആണ്. അപ്പോൾ RBIയുടെ റൂൾസ് എപ്പോഴും നമ്മുടെ ഒരു മനസ്സിൽ, ഇത്തരം ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന എല്ലാവരുടെയും മനസ്സിലുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഈ RBIയുടെ റൂൾസ് പെട്ടെന്ന് നമ്മൾ കർശനമാക്കി എന്നൊക്കെ പറയുമ്പോൾ ബിസിനസ്സിൽ അതിൻ്റെ ഒരു വളർച്ചയ്ക്ക് അത് പോസിറ്റീവായിട്ടാണ് വരിക, അതല്ലെങ്കിൽ പെട്ടെന്ന് നമ്മളൊന്ന് ടെൻസഡ് ആവുക, അങ്ങനെ എന്തെങ്കിലും സാധ്യതകളുണ്ട്? നമുക്ക് 2 രീതിയിൽ വേണമെങ്കിൽ അതിനെ എടുക്കാം. ഒന്നെന്നു വെച്ചാൽ ഇപ്പോൾ RBI റൂൾ ഇറക്കുമ്പം അത് നമ്മുടെ സാഹചര്യത്തിൽ അത് നമുക്ക് പറ്റാത്തതാണ് എന്ന് നമ്മൾ ചിന്തിച്ചിട്ട് നമുക്കൊരു നെഗറ്റീവ് ചിന്താഗതി
നമുക്ക് സ്വീകരിക്കാം, അതല്ല നമുക്ക് ഇതിൽ എന്ത് സാധ്യതയുണ്ടെന്ന് ചിന്തിക്കാം. പലപ്പോഴും ഞാൻ ഏതൊരു പ്രതിസന്ധിയിൽ അല്ലെങ്കിൽ RBIയുടെ റൂൾ എന്തെങ്കിലും കുറച്ച് കർശനമാക്കുമ്പോൾ ഞാൻ തിരിച്ചാണ് ചിന്തിക്കുക, ഇതിൽ നമ്മുടെ പോസിറ്റീവായിട്ട് നമുക്ക് എങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും എന്നുള്ളതാണ്. സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിനെ സംബന്ധിച്ച് അത് RBIയുടെ റൂൾസ് നമ്മളങ്ങനെ ഒരു വലിയ പ്രശ്നമാണ് എന്നുള്ളൊരു രീതിയിലേക്ക് വന്നിട്ടില്ല. RBIയുടെ ഒരുപാട് റൂൾസ് ഇപ്പോൾ ഈ NBFC ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് റൂൾസ് നമുക്ക് ഈ കഴിഞ്ഞ ഒരു 5-7 വർഷത്തിനുള്ളിൽ ഒരുപാട് മാറിയിട്ടുണ്ട്. നമ്മളെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള രീതിയിലാണ് നമുക്ക് തോന്നിയിട്ടുള്ളതും ഞങ്ങൾ ആ രീതിയിലാണ് പോകുന്നത്. പക്ഷേ നമുക്ക് ഈ ബിസിനസ്സിനെ ഒരു സീരിയസ് ആയിട്ട് കാണാത്ത, അല്ലെങ്കിൽ ഇതിൽ എന്തെങ്കിലും ഒരു ഹൈഡ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവരെ സംബന്ധിച്ച് അതൊരു പ്രശ്നം തന്നെയാണ്. നമ്മുടെ ഒരു വിഷൻ ഒരു സ്മോൾ ഫിനാൻസ് ബാങ്ക് ആക്കുക സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിനെ എന്നുള്ളതാണ്. അതുകൊണ്ട് നമ്മളെ സംബന്ധിച്ച് അത്തരം കാര്യങ്ങളെ നമ്മൾ നേരിടണം. കാരണം ഇത് ഇന്ത്യയിൽ ബാങ്കുകളെ നിയന്ത്രിക്കുന്ന ഒരു സ്ഥാപനമാണ് RBI. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് ചെയ്യാൻ പറ്റുന്ന നിയന്ത്രണങ്ങൾ മാത്രമാണ് അവർ എല്ലാവർക്കും സ്വീകരിക്കാൻ പറ്റുന്ന നിയന്ത്രണങ്ങൾ മാത്രമാണ് RBIയും കൊണ്ടുവരുള്ളൂ. അപ്പോൾ അതിൽ നമ്മൾ മുന്നോട്ട് പോയി നിന്നിട്ടിത് ബുദ്ധിമുട്ടാണ് എന്നതിനേക്കാൾ നല്ലത് നമ്മളതിനെ അനുകൂലമാക്കി തീർക്കുക എന്നുള്ളതാണ് നമ്മൾ ഇത്രയും നാളും ചെയ്തിട്ടുള്ളത്. അങ്ങനെ തന്നെയാണ് അതിൻ്റെ ഞങ്ങളെ സംബന്ധിച്ച് പോസിറ്റീവാണ്. പണ്ടൊക്കെ ഇപ്പോൾ കേരളം എന്ന് പറയുമ്പോൾ ഒരു വ്യവസായ സംരംഭകർക്ക് അനുകൂലമായൊരു കാലാവസ്ഥയല്ല എന്നൊക്കെ പറയാറുണ്ടെങ്കിലും ഇപ്പോൾ വളരെ പോസിറ്റീവായിട്ടൊരു രീതിയിലാണ് കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ പുതിയതായി ബിസിനസ് രംഗത്തേക്ക് ഒരു പുതിയ ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിനെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും? സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മളൊരു മൈക്രോ ഫിനാൻസ് കമ്പനിയാണ്. അപ്പോൾ നമ്മൾ മൈക്രോ ഫിനാൻസ് ലോണുകൾ, അതായത് സ്വയം തൊഴിലിന് വേണ്ടിയിട്ടുള്ള ലോണുകൾ, അത് സ്ത്രീകളുടെ കൂട്ടായ്മയ്ക്കാണ് നമ്മൾ ലോൺ കൊടുക്കുക. കുടുംബശ്രീ പോലെയുള്ള ഒരു 3-ന് മുകളിൽ സ്ത്രീകൾ കൂടുന്ന സാഹചര്യത്തിൽ അപ്പോൾ അവർക്കൊരു തൊഴിൽ ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങൾക്കൊരു ചെറുകിട തൊഴിൽ ചെയ്യണം എന്നുള്ള രീതിയിൽ അവർ നമ്മളോട് സമീപിക്കുമ്പോഴാണ് നമ്മൾ അവരെ സഹായിക്കുക. ഒരിക്കലും മൈക്രോ ഫിനാൻസ് എന്ന് പറഞ്ഞാൽ വലിയ ഒരു ഇതല്ല. ഇതിൻ്റെ മാക്സിമം ഒരാൾക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു ലോൺ തുക എന്ന് പറയുന്നത് 2 ലക്ഷം രൂപയാണ്. അതിനെ വെച്ചിട്ടാണ് അവർ ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ്. തുടർന്ന് കൂട്ടായ്മ, അല്ലെങ്കിൽ ഈ സ്ത്രീകൾ അതിനേക്കാൾ വലിയ രീതിയിൽ അവരുടെ ബിസിനസ് ഉയർത്തണം അല്ലെങ്കിൽ വികസിപ്പിക്കണമെന്ന് ചിന്തിക്കുമ്പം അത് ബാങ്കിലേക്ക് കൂടി ആക്സസ് ആക്കുക എന്നുള്ളതാണ് നമ്മളുടെ ഒരു ദൗത്യം. കാരണം അതിന് തുടർന്ന് നമുക്ക് സഹായിക്കാൻ പറ്റില്ല. കാരണം അപ്പോൾ അവർക്ക് ഒരാൾക്കൊരു 10 ലക്ഷം രൂപ വേണം, 5 ലക്ഷം രൂപ വേണമെന്ന് പറയുമ്പോൾ RBIയുടെ നിയന്ത്രണങ്ങളും മറ്റു കാര്യങ്ങളും മൈക്രോ ഫിനാൻസിൻ്റെ രീതി അനുസരിച്ചിട്ട് നമുക്ക് അവരെ സഹായിക്കാൻ പറ്റാത്ത സ്ഥിതി. പക്ഷേ ബാങ്കുകളിലേക്ക് പോകുന്നതിന് മുമ്പ് ബാങ്ക് ആക്സസബിൾ അല്ലാത്ത ഒരു ആളെ സംബന്ധിച്ച് സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് എപ്പോഴും അവർക്ക് വാതിൽ തുറന്നിട്ടിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമ്മളെ ഉള്ളിലൂടെ ഒരുപാട് ആളുകൾ സ്വയം തൊഴിൽ കണ്ടെത്തി തുടർന്ന് ബാങ്കിലേക്ക് പോയി ആ ഒരു രീതിയിൽ ഡെവലപ്പ് ചെയ്ത ഒരുപാട് ആളുകളുണ്ട്. എപ്പോഴും ഇത്തരം ചെറുകിട സംരംഭകർക്ക് എപ്പോഴും സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് ആക്സസിബിളാണ്. കാരണം ലോൺ എടുക്കാനായിട്ട് പ്രത്യേകിച്ച് വേറെ രേഖകളൊന്നും വേണ്ട. ആധാർ കാർഡും പാൻ കാർഡും റേഷൻ കാർഡും ഉണ്ടെങ്കിൽ നമ്മൾ ലോൺ കൊടുക്കും. സ്ത്രീ കൂട്ടായ്മകളെ സംബന്ധിച്ച് വളരെ അനുഗ്രഹപ്രദമാണ്. ഒരു ചെറിയ സംരംഭം തുടങ്ങണമെങ്കിൽ ഗോൾഡ് വേണം. മറ്റ് കമ്പനികളെ സംബന്ധിച്ച് ഗോൾഡ് വേണം. ഗോൾഡ് കൊണ്ടുവന്ന് പണയം വയ്ക്കണം. ഗോൾഡ് എപ്പോഴും ഒരു സെൻറ്റിമെൻ്റൽ വസ്തുവാണ്. കാരണം എന്ന് വെച്ചാൽ ചിലപ്പോൾ കല്യാണത്തിന് കിട്ടിയതായിരിക്കും, അല്ലെങ്കിൽ വേറെ ആരെങ്കിലും ഗിഫ്റ്റ് തന്നതായിരിക്കും. അപ്പോൾ അത് പണയം വെച്ചിട്ട് ഒരു തൊഴിൽ തുടങ്ങുക എന്ന് പറയുന്നത് സെൻറ്റിമെൻ്റലി അവർക്ക് വേറെ ഒരു നിവൃത്തിയില്ലാത്തതുകൊണ്ടാണ്. അപ്പോൾ അത് ഒഴിവാക്കിയിട്ട് സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് അവർക്ക് നിങ്ങൾ ഗോൾഡ് അവിടെ വീട്ടിലിരിക്കട്ടെ, ഞങ്ങൾ നമ്മളാൽ കഴിയുന്ന ഇത്രയും തുക ഞങ്ങൾ ഈ രീതിയിൽ തരാമെന്നുള്ള ഒരു സന്ദേശമാണ് നമ്മൾ കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഗോൾഡ് ലോൺ അത്ര നമ്മൾ പ്രോത്സാഹിപ്പിക്കുന്നില്ല. നമ്മൾ ഈ പറയുന്ന മൈക്രോ ഫിനാൻസ് തന്നെയാണ്. ഇന്ത്യയിലെ 100 മൈക്രോ ഫിനാൻസ് കമ്പനികളാണുള്ളത്. അതിലൊന്ന് നമ്മളാണ് ഇന്ത്യ മൊത്തത്തിൽ എടുക്കുമ്പോൾ. കേരളത്തിലെ 2 RBIയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന 2 കമ്പനികളേ ഉള്ളൂ. അതിലൊന്ന് നമ്മളാണ്. അപ്പോൾ ആ രീതിയിൽ എപ്പോഴും ഈ ചെറുകിട തൊഴിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾക്ക് എപ്പോഴും ആക്സസിബിളാണ്. മലയാളികളെ സംബന്ധിച്ച് നമ്മുടെ കയ്യിലുള്ള ഒരു പ്രോപ്പർട്ടി അത് ലോൺ എടുത്ത് ഒരു ബിസിനസ് ചെയ്യുക എന്നുള്ളതിൽ അവർ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്. പ്രത്യേകിച്ച് നമ്മളിപ്പോൾ ഇവിടെ സൊസൈറ്റികളൊക്കെ വന്ന് തുടങ്ങിയൊരു കാലഘട്ടമുണ്ട്, ഒരു 70s. അപ്പോൾ ആ കാലഘട്ടം തൊട്ട് തന്നെ ഒരു ഫാമിലിയുടെ പേരിൽ ഭൂമി തന്നെ മലയാളിക്കാണ് ആദ്യം ഇന്ത്യയിൽ തന്നെ കിട്ടിയിട്ടുള്ളത്. ആ ഭൂമി പണയം വെച്ചിട്ട് എങ്ങനെ ക്രയം ചെയ്യാന്നൊക്കെ. അപ്പോൾ ഈ ലോൺ എടുക്കുക അത് ബാങ്കിൽ നിന്നാണെങ്കിലും അതുപോലെ ഇപ്പോൾ ഈ പറഞ്ഞ NBFC പോലെയുള്ള സംവിധാനങ്ങളിൽ നിന്നാണെങ്കിലും. അപ്പോൾ താങ്കളിപ്പോൾ ഒരു ലോണ് അനുവദിച്ച്, ഇപ്പോൾ താങ്കളൊരു സംരംഭം സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സ് ലോൺ അനുവദിച്ച് അത് വളരെ പോസിറ്റീവായിട്ട് ലൈഫ് കെട്ടിപ്പടുത്ത ഫാമിലികളുണ്ടായിരിക്കും. അങ്ങനെയുള്ളൊരു എക്സ്പീരിയൻസ് ഒരുപാട് ഉണ്ട്. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്നത്, ഞങ്ങൾ ഇടുക്കിയിൽ ചെമ്പട്ടി എന്ന് പറയുന്നൊരു ട്രൈബൽ ഒരു ഏരിയ ഉണ്ട്. അപ്പോൾ അവിടെ ഒരു 20 കുടുംബങ്ങളാണ് താമസിക്കുന്നത്. ട്രൈബൽ എന്ന് പറയുമ്പം എനിക്കറിയില്ല ഇപ്പോഴത്തെ തലമുറയൊക്കെ ട്രൈബൽ ഏരിയയിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. പക്ഷേ അത് അവരുടെ വീടൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മോശമായിട്ടുള്ള ആ ഒരു സ്ഥിതിവിശേഷമാണ്. അങ്ങനെയുള്ള ഒരു ഊരെന്നാണ് പറയുക, ഒരു ട്രൈബൽ കോളനിയാണ്.
അപ്പോൾ അവിടെ നമ്മൾ ലോൺ കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൽ ലോൺ കൊടുത്തു കഴിയുമ്പോൾ എന്ന് വെച്ചാൽ അവർ പുറത്തുള്ള ആളുകളുമായിട്ടൊന്നും അവർക്ക് യാതൊരു ബന്ധവുമില്ല. അപ്പോൾ നമ്മളെ കാണുമ്പോൾ അവർ ഓടി ഒളിക്കും. സ്ത്രീകൾ, പ്രത്യേകിച്ച് സ്ത്രീകൾ, നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് മുഖം തരില്ല, നമ്മളെ കാണുമ്പോഴത്തേക്കും ഓടി ഒളിക്കും. അപ്പം തികച്ചും ട്രൈബൽ എന്ന് പറയുന്ന അർത്ഥത്തിൽ തികച്ചും അത്രയും അപരിഷ്കൃതമായിട്ടുള്ള ആളുകളായിരുന്നു അവർ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് അവർക്ക് കുടിവെള്ളം ഇല്ല, അവർക്ക് ഒരു സ്വയം തൊഴിൽ എന്ന് പറയുന്നൊരു ഇതില്ല. അവർ ഈ പറയുന്ന കാട്ടിലുള്ള വസ്തുക്കളും അങ്ങനെയൊക്കെ ശേഖരിച്ചിട്ടാണ് അവർ ജീവിക്കുക. പിന്നെ കൃഷി, അങ്ങനെയുള്ള സംവിധാനങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ചെമ്പട്ടിക്കുടിയിൽ ഞങ്ങളുടെ കമ്പനിയിൽ നിന്ന് ഞങ്ങളവിടെ ചെല്ലുകയാണ്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഞങ്ങളൊരു പ്രത്യേക ലോൺ നമ്മൾ ഡിസൈൻ ചെയ്തു. ഇത് കിട്ടില്ല, നമുക്കിത് തിരിച്ച് വേണ്ട എന്നുള്ള രീതിയിലാണ് ഞങ്ങൾ ഈ ലോൺ കൊടുക്കുന്നത്. പക്ഷേ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടൊരു അത്ഭുതം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരുടെ ജീവിതം ഭയങ്കരമായിട്ട് മാറി. കാരണം മൈക്രോ ഫിനാൻസ് നമ്മൾ കൊടുക്കുമ്പോൾ വെറുതെ ഒരു ലോൺ കൊടുക്കുക മാത്രമല്ല നമ്മൾ ചെയ്യുക, അവർക്ക് എങ്ങനെ ഒരു തൊഴിൽ തുടങ്ങാം, തൊഴിൽ തുടങ്ങുമ്പം അത് എന്തൊക്കെ കാര്യങ്ങൾ സ്വീകരിക്കണം, എന്തൊക്കെ കാര്യങ്ങൾ നോക്കണം, ശ്രദ്ധിക്കണം എന്നുള്ള ട്രെയിനിങ് കൂടി നമ്മൾ ഇവർക്ക് കൊടുക്കുന്നുണ്ട്. ഇൻഷുറൻസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നു. ഇവർക്ക് തികച്ചും ഫ്രീ ആയിട്ട് നമ്മൾ ഇൻഷുറൻസ് നമ്മൾ കൊടുത്തു. അതുപോലെ തന്നെ അവർക്ക് കുടിവെള്ളം ഉണ്ടായിരുന്നില്ല, കുടിവെള്ളത്തിനൊരു സംവിധാനം ഉണ്ടായിരുന്നില്ല. അവർ ഈ എന്താ പറയുക, മലയിൽ നിന്നൊക്കെ വരുന്ന വെള്ളം ശേഖരിച്ചിട്ടാണ് അവർ യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു അറിവ് കൂടി നമ്മൾ പകർന്നു കൊടുക്കുകയാണ്. ഒരുപാട് ബോധവൽക്കരണ ക്ലാസ്സുകൾ നമ്മൾ ഈ മൈക്രോ ഫിനാൻസ് കമ്പനികളെല്ലാം തന്നെ നമ്മൾ ചെയ്യുന്നുണ്ട്, മറ്റുള്ളവർ ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഒരു സോഷ്യൽ റെസ്പോൺസിബിൾ ആയിട്ടുള്ളൊരു സ്ഥാപനമാണ് മൈക്രോ ഫിനാൻസ് സ്ഥാപനങ്ങളെല്ലാം. ഒരു സോഷ്യൽ ബാങ്കിങ് ആണ് നമ്മൾ സത്യത്തിൽ ചെയ്യുക, ഒരു കോർപ്പറേറ്റ് ബാങ്കിങ് അല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവർക്ക് നമ്മൾ എനിക്ക് തോന്നുന്ന ഒരു 1.5 വർഷം നമുക്ക് ഇവർക്ക് വേണ്ട ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം കൊടുത്തു. ഒപ്പം ഇവർക്ക് സ്വയം തൊഴിൽ ചെയ്യാനുള്ള ലോൺസ് നമ്മൾ കൊടുത്തു. ഇപ്പം നിങ്ങളവിടെ ചെന്ന് നോക്കിയാൽ അത് ട്രൈബൽ കോളനിയാണെന്ന് പറയത്തേ ഇല്ല. അത്ര രീതിയിൽ ആളുകൾ ഭയങ്കരമായിട്ട് അഡ്വാൻറ്റേജായിട്ട് ഭയങ്കരമായിട്ടുള്ളൊരു അവരുടെ ജീവിതത്തിൽ അത്രയൊരു ഇത് വന്നു. ഇപ്പോൾ കുറേ വർഷങ്ങളായി നമ്മളിത് ആദ്യകാലത്താണ് നമ്മൾ ചെയ്തത്, അത് കുറേ വർഷമായി. ഇപ്പോൾ അവരുടെ വീട് വേറെ ലെവലാണ്. ഇപ്പോൾ നമ്മൾ ചിന്തിക്കാനേ പറ്റത്തില്ല, അങ്ങോട്ട് റോഡായി. കാരണം അവരുടെ ആവശ്യങ്ങൾ സർക്കാരിൻ്റെ മുമ്പിലേക്ക് ഇത് ചെയ്യാൻ പറ്റും. കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വിട്ടു. നേരത്തെ എന്ന് പറഞ്ഞാൽ കുട്ടികളെ വിടില്ല, പ്രത്യേകിച്ചും പെൺകുട്ടികളെ അവർ പുറത്ത് സ്കൂളിൽ അയക്കില്ല. അതൊക്കെ നമ്മൾ ചെന്നിട്ട് മാറ്റിയെടുക്കുകയാണ് ചെയ്യണം. അപ്പോൾ അടിസ്ഥാനപരമായി മൈക്രോ ഫിനാൻസ് എന്ന് പറയുമ്പോൾ ഒരു സാമ്പത്തിക സഹായമല്ല. ആളുകളെ അങ്ങനെ ഒരു തെറ്റിദ്ധാരണ കൂടി ഉണ്ട്. വെറുതെ കുറച്ച് ഗ്രൂപ്പുകൾക്ക് സാമ്പത്തിക സഹായം ചെയ്യുന്നതല്ല, അവർക്ക് എങ്ങനെ ഒരു ജീവിതം നമുക്ക് മെച്ചപ്പെടുത്താൻ പറ്റും, ഇതിലൂടെ എന്തൊക്കെ രീതിയിൽ നമുക്ക് ജീവിതത്തെ എങ്ങനെയൊക്കെ കാണാൻ പറ്റും എന്നുള്ളൊരു ട്രെയിനിങ് എന്ന് പറഞ്ഞാൽ വിപുലമായ ട്രെയിനിങ്ങാണ്. ഈ ലോൺ എടുക്കുന്ന കാലയളവിലെല്ലാം പല രീതിയിൽ നമ്മൾ ഇവർക്ക് ട്രെയിനിങ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പം ഈ മൈക്രോ ഫിനാൻസ് കമ്പനികളുടെ ഒരുപാട് കമ്പനികളും മറ്റു കാര്യങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് പല കമ്പനികൾക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് അറിയത്തില്ല. പക്ഷേ നമ്മളെ സംബന്ധിച്ച് നമ്മളത് വളരെ സ്ട്രിക്റ്റാണ്. ട്രെയിനിങ് എന്ന് പറയുന്നത് വളരെ സ്ട്രിക്റ്റാണ്. കാരണം ആവശ്യമാണെങ്കിലും ഇല്ലെങ്കിലും നമ്മൾ ട്രെയിനിങ് കൊടുക്കും. കാരണം ഈ പൈസ കൊണ്ടുപോയിട്ട് അവർ എന്താ പറയുക, അത് കറക്റ്റായിട്ടുള്ള ഉപയോഗമായിരിക്കണം. യൂട്ടിലൈസേഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ തിരിച്ചടയ്ക്കാൻ പറ്റില്ല. അപ്പോൾ അതൊരു വലിയ അവിടെ ഒരു കൃത്യമായിട്ടുള്ളൊരു ദിശാബോധം നൽകാൻ സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിന് പിന്നെ തീർച്ചയായിട്ടും നമ്മളത് ഒരു ശരിക്കും പറഞ്ഞാൽ മൈക്രോ ഫിനാൻസ് ഒരിക്കലും മോഡേൺ രീതിയിലേക്ക് നമ്മൾ കൊണ്ടുവരാൻ പറ്റില്ല. ഇതിൻ്റെ ബിസിനസ് ആശയം ട്രഡീഷണലാണ്. അതിനെ ഇപ്പം നമുക്ക് എന്താ പറയുക, കളക്ഷൻ എടുക്കുന്നത് നമുക്ക് മൊബൈൽ ആപ്പ് വഴി എടുക്കാം, ഗൂഗിൾ പേ വഴി എടുക്കാം, അല്ലെങ്കിൽ ലോൺ കൊടുക്കുന്നത് നമുക്കിത് ചെയ്യാം. പക്ഷേ അടിസ്ഥാനപരമായ ആശയം നമുക്ക് വിടാൻ പറ്റില്ല. ഇത് ഈ ട്രെയിനിങ്, ഇവർക്ക് ഇൻഷുറൻസ് അല്ലെങ്കിൽ ഇവരുടെ ബോധവൽക്കരണം ഇത് കൊടുത്തിട്ടാണ് നമ്മൾ ലോൺ കൊടുക്കുക. പണ്ടൊക്കെ അങ്ങനെയായിരുന്നു. ഞങ്ങൾ ഒരാൾക്ക് വ്യക്തികൾക്ക് ലോൺ കൊടുക്കണമെങ്കിൽ 6 മാസം എടുക്കും. 6 മാസം കഴിഞ്ഞിട്ടാണ് അയാൾക്ക് ലോൺ കൊടുക്കുക. കാരണം അതുവരെ ഈ ക്ലാസ്സുകളാണ്. ഓരോ ആഴ്ചയിൽ നമ്മൾ മീറ്റിംഗ് കൂടുന്നു, അവർക്ക് ക്ലാസ്സുകൾ ഇത് ചെയ്യുന്നു. 6 മാസം കൊണ്ടാണ് ഇവർ എന്ത് തൊഴിൽ ചെയ്യാമെന്ന് നോക്കുന്നത്. അതിനുശേഷമാണ് അവരാണ് ആവശ്യപ്പെടുന്നത്, ഞങ്ങൾക്ക് ഇന്ന തൊഴിൽ ചെയ്യാം, ഞങ്ങൾ ആഗ്രഹിക്കുന്നു ഇത്ര പേര് കൂടി, അപ്പോൾ ഞങ്ങൾക്ക് ലോൺ വേണം. ആവശ്യപ്പെടുമ്പോഴാണ് നമ്മൾ ലോൺ കൊടുക്കുക. പക്ഷേ ഇപ്പോൾ സ്ഥിതി മാറി. ഇപ്പം ആദ്യം ലോൺ കൊടുത്തിട്ട് പിന്നീടാണ് ട്രെയിനിങ് കൊടുക്കുക. അപ്പോൾ അതൊരു ഈ പറയുന്ന പോലെ അതൊക്കെ ഈ RBI പോലുള്ള റെഗുലേറ്ററി അതോറിറ്റികൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ നമുക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കും. ഇപ്പോൾ RBIയുടെ നിയന്ത്രണങ്ങളിൽ താങ്കളെ സംബന്ധിച്ച് അത് തെറ്റായ ഒരു നിയന്ത്രണമാണ്, അത് മാറേണ്ടതാണെന്ന് തോന്നുന്ന രീതിയിലുള്ള ചില നിയന്ത്രണങ്ങളുണ്ടോ? അതിൽ എനിക്ക് തോന്നുന്നത് വെച്ചാൽ ഈ ചെറുകിട NBFCകളെ RBI അത്ര കാര്യമായിട്ട് പരിഗണിക്കുന്നില്ല എന്നുള്ളൊരു ഇതുണ്ട്. വൻകിട NBFCകളെ, ഈ മൈക്രോ ഫിനാൻസ് കമ്പനികളെ RBI ബാങ്കുകളെല്ലാം ഭയങ്കരമായിട്ട് അവർക്ക് ഫിനാൻഷ്യൽ സപ്പോർട്ട് കൊടുക്കുന്നുണ്ട്. ചെറിയ കമ്പനികൾ അവർ മൊത്തത്തിൽ തഴയുന്നൊരു രീതിയുണ്ട്. പക്ഷേ സത്യത്തിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചെറിയ NBFCകൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ടാവും മൈക്രോ ഫിനാൻസ് കമ്പനി ഇതുകൾക്ക്. കാരണം വെച്ചാൽ വലിയ കമ്പനികളൊക്കെ എന്ന് പറഞ്ഞാൽ ബിസിനസ് മാത്രം നോക്കുന്ന ആൾക്കാരാണ്. നമ്മളെപ്പോലുള്ള ഒരു ബിസിനസ് അല്ല നമ്മൾ നോക്കുന്നത്. നമ്മളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി ഇവരുടെ ഒരു സാമ്പത്തിക വളർച്ചയും അവരുടെ ഒരു ബോധവൽക്കരണം അതും കൂടി നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്. വലിയ NBFCകൾക്ക് ഈ സംവിധാനം എത്തിക്കാൻ പറ്റില്ല. കാരണം അവരുടെ പോർട്ട്ഫോളിയോ വളരെ കൂടുതലാണ്, അവരുടെ മെമ്പേഴ്സ് ഭയങ്കര കൂടുതലാണ്. എല്ലാവർക്കും ഈ സംവിധാനം എത്തിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവാണ്. പക്ഷേ RBI ഈ പറയുന്ന പോലെ സർക്കാരും
ബാങ്കുകളെല്ലാം ഈ ചെറിയ NBFCകൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട്. പക്ഷെ അത് ദീർഘകാലത്തേക്ക് ഇവർക്ക് തന്നെ അത് പ്രശ്നമാവും. കാരണം എന്ന് വെച്ചാൽ ആളുകളുടെ ഇടയിൽ നിന്നും ഇതൊരു ഭയങ്കര സെൻറ്റിമെൻ്റൽ ബിസിനസ് കൂടിയാണ്. ഈ സെൻറ്റിമെൻറ്റ്സ് വിട്ട് കഴിഞ്ഞാൽ ആളുകൾ കമ്പനികൾ ഉപേക്ഷിക്കാൻ തുടങ്ങും. അപ്പോൾ വലിയ പോർട്ട്ഫോളിയോ ഉള്ളവർക്കാണ് ഏറ്റവും വലിയ പ്രശ്നമാണ്. അത് വലിയൊരു ഇതാണ്. ഏകദേശം ഒരു കുറഞ്ഞ കാലയളവിൽ ചിലപ്പം വലിയ പ്രശ്നത്തിലേക്ക് പോകാൻ സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചാൽ കുറച്ചും കൂടി നന്നായിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പോൾ RBIയുടെ ഒരു ഇൻസ്പെക്ഷൻ താങ്കളുടെ സ്ഥാപനത്തിൽ ഇപ്പോൾ സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിൽ വരുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആദ്യം നമ്മുടെ ശ്രദ്ധ പോകുന്ന ആ ഒരു സ്പേസ് അല്ലെങ്കിൽ ഒരു മൊമെൻ്റ് ഏതായിരിക്കും? ഒന്ന് വെൽക്കം ചെയ്യും നമ്മൾ. കാരണം RBIയുടെ ഒരു ഇൻസ്പെക്ഷൻ ആയതുകൊണ്ട് നമുക്ക് പിന്നെ അതിൽ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. പക്ഷേ എനിക്ക് തോന്നുന്നതെന്ന് വെച്ചാൽ നമുക്ക് ആശങ്കപ്പെടേണ്ടതായിട്ടുള്ളൊരു കാര്യം, അല്ലെങ്കിൽ നമുക്കൊരു ഇന്നത് പെട്ടെന്ന് ശ്രദ്ധിക്കണം എന്നുള്ളൊരു ഇതിലേക്ക് അങ്ങനെ ഇല്ല. കാരണം എപ്പോൾ വേണമെങ്കിലും ഇവർ വരാമെന്നുള്ള ബോധ്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. പിന്നെ ISO സ്റ്റാൻഡേർഡ് ഉള്ളൊരു കമ്പനിയാണ്. അപ്പം തികച്ചും എനിക്ക് തോന്നുന്നൊരു 90% വളരെ കറക്റ്റായിട്ട് തന്നെ പോകുന്നത്. അപ്പോൾ വന്നിട്ട് എന്താ പറയുക, ഇതിലേക്ക് ഇപ്പം നാളെ വരുവാണ് എന്ന് പറയുമ്പോൾ എന്നാൽ ഇത് ചെയ്ത് വെക്കുക, ഇത് കറക്റ്റ് ആക്കണോ എന്ന് പ്രത്യേകം ശ്രദ്ധ കൊടുക്കേണ്ട കാര്യമില്ല. പക്ഷേ എങ്കിലും ഓവറോൾ നമ്മൾ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്യണം എന്നുള്ളൊരു ഡയറക്ഷൻ എന്തായാലും പോവും. അത്തരം ആശങ്കകൾ ക്രെഡിറ്റ്സിനില്ല. കാരണം നമ്മളത് എപ്പോഴും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം ഇവരെപ്പോഴാണ് വരുന്നത് എന്നൊന്നും പറയാൻ നമ്മൾ മുൻകൂർ ഒന്നും നോട്ടീസൊന്നും അയക്കില്ല. ചിലപ്പോൾ വന്നാൽ വളരെ നല്ലതാണ്. കാരണം വരുന്നത് നമുക്ക് നല്ലതാണ്. പിന്നെ എവരി മന്ത് ഇവർ റിപ്പോർട്ട്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട്. 3 മാസം കൂടുമ്പോൾ ഓഡിറ്റ് ചെയ്തിട്ടുള്ള ഓഡിറ്ററുടെ സർട്ടിഫിക്കറ്റുള്ള റിപ്പോർട്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പോൾ വരുവാണെങ്കിൽ നമുക്ക് അത്രയും സന്തോഷം. RBI വന്ന് ഇൻസ്പെക്ഷൻ ചെയ്ത് പോയി അവരുടെ സർട്ടിഫിക്കറ്റ് ഓക്കെ എന്ന് പറഞ്ഞാൽ നമുക്കത് കൂടുതൽ സന്തോഷം. ISO സ്റ്റാൻഡേർഡ് ഉള്ളതുകൊണ്ട് അവരുടെ ഭാഗത്തു നിന്നുള്ളൊരു ശ്രദ്ധയും കൂടി ഉണ്ട് ഇതിൽ. കാരണം വെച്ചാൽ അപ്പോൾ നമ്മൾ വളരെ കറക്റ്റായിട്ട് തന്നെ വലിയ കുഴപ്പമില്ലാത്ത രീതിയിലുള്ള ഡോക്യുമെൻറ്റേഷനും മറ്റു കാര്യങ്ങളെല്ലാം വളരെ വലിയ രീതിയിൽ തന്നെയാണ് പോണത്. പിന്നെ 100% പെർഫെക്റ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. എങ്കിലും ഒരു 90-95% നമ്മൾ വളരെ കറക്റ്റായിട്ട് തന്നെയാണ്. ഇപ്പോൾ NDFC എന്നുള്ള ഒരു മേഖലയിൽ ഒരു ഏകദേശം ഈ പറഞ്ഞ പോലെ ഒരു 2 പതിറ്റാണ്ട് പിന്നിട്ടു. അതിനു മുമ്പ് താങ്കളൊരു ആക്ടറാവാൻ ഒരു സിനിമയായിരുന്നു താങ്കളുടെ ഒരു ലക്ഷ്യം എന്നുള്ള രീതിയിലുണ്ടായിരുന്നു. സപ്പോസ് ഇതിന് ഈ ഒരു ഫീൽഡിൽ വന്നില്ലായിരുന്നുവെങ്കിൽ എന്താകുമായിരുന്നു? ഞാൻ സിനിമാ നടനാകുമായിരുന്നു. കാരണം വെച്ചാൽ ഞാൻ അത്രയും ചെറുപ്പം മുതലേ ഞാൻ വളരെ ആഗ്രഹിച്ചിട്ടുള്ളത് ഒരു സിനിമാ നടനാവാനാണ്. അപ്പം ഞാൻ അന്ന് ശ്രമിച്ച് എനിക്ക് 2 വർഷം ശ്രമിക്കാൻ സമയം കിട്ടുള്ളൂ. തീർച്ചയായിട്ടും ഇതിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ഞാനൊരു സിനിമാ നടനാകുമായിരുന്നു. പക്ഷേ എനിക്ക് ഇനിയിപ്പോൾ അതൊരു സ്വപ്നം മാത്രമാണ്. ഇതിപ്പോൾ എൻ്റെ മേഖല ഇതാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞു. കാരണം നമുക്കിതിൽ ഒരുപാട് ചെയ്യാൻ ഒരുപാടുണ്ട്. കാരണം ഒരുപാട് ആളുകൾ ചൂസ് ചെയ്യാത്തൊരു മേഖലയാണിത്. പലരും സാമ്പത്തികം ചൂസ് ചെയ്യും, പക്ഷേ എപ്പോഴും ഒരു സെക്യൂരിറ്റി ഇതുണ്ടാവും. ഇപ്പോൾ ഗോൾഡ് ലോൺ ചെയ്യുന്ന ഒരുപാട് കമ്പനികളുണ്ട്. അതുപോലെ തന്നെ പ്രോപ്പർട്ടി ലോൺ ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ അവരൊക്കെ നിങ്ങളെങ്ങനെ മൈക്രോ ഫൈനാൻസ് വെറുതെ കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ ആൾക്കാർ തിരിച്ചടയ്ക്കാമെന്ന് വെക്കണം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈക്കോളജി എന്ന് പറയുന്നത് വ്യത്യാസമാണ്. അത് മനസ്സിലാക്കുന്നവർക്ക് മാത്രമേ അത് എന്താ പറയുക നമുക്ക് നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഒരുപാട് പേരില്ല ഈ മേഖലയിൽ, ഒരുപാട് പേരില്ല. അപ്പോൾ അതുകൊണ്ട് ഇനി എൻ്റെ മേഖല ഇത് തന്നെയാണ്. പക്ഷേ ഇൻ കേസ് ഇത് ചൂസ് ചെയ്തില്ലായിരുന്നെങ്കിൽ, ഇത് സംഭവിച്ചില്ലായിരുന്നെങ്കിൽ എന്തായാലും ഞാനൊരു സിനിമയിൽ തന്നെയായിരിക്കും എൻ്റെ. പുതിയതായിട്ട് ഇപ്പോൾ ഈ രംഗത്ത് ഒരു സംരംഭകനാകാൻ ഉദ്ദേശിക്കുന്ന ഒരാളുണ്ടെങ്കിൽ NDFC പോലുള്ളൊരു മേഖലയിൽ, അപ്പോൾ അങ്ങനെ വരുന്ന വളരെ യൂത്തായിട്ടുള്ള ഒരാൾ ഈ മേഖലയിലേക്ക് കടന്നു വരുമ്പോൾ ഈ വർഷത്തെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു ആളെന്ന രീതിയിൽ താങ്കൾക്ക് അദ്ദേഹത്തിന് കൊടുക്കാനുള്ളൊരു ഉപദേശം എന്തായിരിക്കും? ഒരു ഉപദേശം കൊടുക്കാനുള്ള എക്സ്പീരിയൻസ് ഒക്കെ എനിക്കുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഒന്നാമത്തെ കാര്യം, ഈ പുതിയ തലമുറ ആരും ഇത്തരം ഒരു റിസ്ക് ആയിട്ടുള്ളൊരു മേഖലയിലേക്ക് ഇപ്പോൾ വരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഇത്. സാമ്പത്തിക മേഖല ഒന്നും തിരഞ്ഞെടുക്കുന്നില്ല. 1. 2, സാമ്പത്തിക മേഖല തിരഞ്ഞെടുത്താൽ പോലും ഈ മൈക്രോ ഫിനാൻസ് ചൂസ് ചെയ്യുക എന്ന് പറയുന്നത് ആളുകളെ സംബന്ധിച്ച് അത് നമ്മളെന്തുകൊണ്ട് മൈക്രോ ഫിനാൻസ് നിലനിന്ന് പോകുന്നു വെച്ചാൽ നമ്മളിത് എൻ്റെ കരിയർ തുടങ്ങുന്നത് മൈക്രോ ഫിനാൻസിലാണ്. എനിക്കിതല്ലാതെ വേറെ ഒരു ജോലി അറിയത്തില്ല. അതേസമയം പുതിയതായിട്ടൊരു ബിസിനസ് ചെയ്യണം എന്ന് പറയുന്ന ഒരാളെ സംബന്ധിച്ച് ഈ മൈക്രോ ഫിനാൻസിൻ്റെ ഒരു ബോധ്യം ആൾക്ക് ഒരു രീതിയിലും പോകാനുള്ള ഒരു സാധ്യതയില്ല. അപ്പോൾ അതൊരു വലിയൊരു ഇത് തന്നെയാണ്. കാരണം കുറേ നാൾ കഴിയുമ്പോൾ ഇത് ആര് ചെയ്യുന്നുള്ളൊരു ചോദ്യം കൂടി വരുന്നുണ്ട്. എപ്പോഴും ഒരു പൊതുവായ ഒരു ഉപദേശം കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിജയിക്കുന്നവരെ ജോലി ചെയ്യുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ നമ്മുടെ വിഷൻ എന്താണോ അത് അച്ചീവ് ചെയ്യുന്നവരെ നമ്മൾ അതിൽ സ്റ്റിക്ക് ഓൺ ചെയ്യുക എന്നുള്ളതാണ്. കാരണം നമ്മൾ ഇടയിൽ പരാജയപ്പെട്ട ഞാൻ ഇടയിൽ പരാജയപ്പെട്ട ഒരാളാണ്. പക്ഷേ എനിക്ക് പിന്നീട് മറികടന്നുകൊണ്ട് എനിക്ക് ഈ രീതിയിലേക്ക് എത്താൻ പറ്റി. ആ സെയിം തന്നെ എനിക്ക് സെലക്ട് ചെയ്യാം. പക്ഷേ പലരും വിജയിച്ചില്ലെങ്കിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതോടുകൂടി അവരുടെ ജീവിതം പോകുന്നൊരു സ്ഥിതിവിശേഷമുണ്ട്. അത് സ്റ്റിക്ക് ഓൺ ചെയ്യാന്നുള്ളതാണ്. വിജയിക്കുന്നത് വരെ നിങ്ങൾ വിജയിച്ചതിന് ശേഷം പിന്മാറിയോ പ്രശ്നമില്ല. പക്ഷേ വിജയിച്ചില്ലെങ്കിൽ പിന്നെ വെച്ചാൽ നിങ്ങൾ ജീവിതത്തിൽ തോറ്റു. പിന്നെ ഒരിക്കലും നമുക്ക്, കാരണം അതാ എപ്പോഴും നമ്മുടെ മൈൻഡിൽ കിടക്കും. പിന്നെ ഒരിക്കലും നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ പറ്റില്ല, ബിസിനസ് ചെയ്യാനും പറ്റില്ല. അതാണ് പൊതുവായിട്ട് എനിക്ക് കൊടുക്കാനുള്ളത്. ഇതിലേക്ക് വരുന്നവർ വളരെ കുറവാണ്, പക്ഷേ വന്നാൽ നല്ലത്. കാരണം വെച്ചാൽ ഒരുപാട് ആളുകൾ ഈ പറയുന്ന പോലെ ഈ ഇന്ത്യയിൽ നമ്മളിപ്പോഴും ബാങ്കിങ് അക്കൗണ്ടുകളില്ലാത്ത ആളുകൾ ഇപ്പോഴും ഇന്ത്യയിലുണ്ട്. അപ്പോൾ അതൊരു വലിയൊരു
എന്താ പറയുക, നമ്മളെ സംബന്ധിച്ച് നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു ആശങ്ക ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ചിലർക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ട്, പക്ഷേ അവർക്കത് യൂസ് ചെയ്യാൻ അറിയില്ല, ബാങ്കിനെ എങ്ങനെ സമീപിക്കണമെന്ന് അറിയത്തില്ല. അങ്ങനെയുള്ള ഇതിലേക്ക് പുതിയ തലമുറ കടന്നു വരിക എന്ന് പറയുന്നത് വളരെ ഇതാണ്. അങ്ങനെ ഉണ്ടെങ്കിൽ എല്ലാവരും വെൽക്കം ചെയ്യുന്നു. പക്ഷേ മൈക്രോ ഫിനാൻസ് വളരെ എപ്പോഴും സെൻസിറ്റീവാണ്. ഇതിനെ നമ്മൾ വേറൊരു ബിസിനസ് പോലെ നമ്മളിതിനെ കണക്കാക്കി ഒരു ലാഭം എന്നുള്ള രീതിയിൽ വന്നാൽ നമുക്ക് ഒരിക്കലും പിടിച്ചു നിൽക്കാനായിട്ട് സാധിക്കില്ല. കേരളത്തിന് പുറത്ത് സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിൻ്റെ വേരുകളും അതിൻ്റെ ഒരു സ്ട്രക്ചറിങ് എങ്ങനെയാണ്? ഇപ്പോൾ നമുക്ക് കേരളത്തിലാണ് കൂടുതൽ ബ്രാഞ്ചസ് ഉള്ളത്. തമിഴ്നാട്ടിൽ ആണ് നമ്മൾ നെക്സ്റ്റ്. തമിഴ്നാട്ടിൽ ഇപ്പം 4 ബ്രാഞ്ചസാണ് നമുക്കുള്ളത്. ഈ വർഷം നമ്മൾ തമിഴ്നാട്ടിലെ എക്സ്പാൻഷൻ നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. നെക്സ്റ്റ് ഇയർ നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കൂടുതലും ഫോക്കസ് ചെയ്യുന്നത്. ഇപ്പോഴത്തെ ഉള്ളൊരു അന്തരീക്ഷം നമ്മൾ തുടങ്ങിയ സമയത്ത് നേക്കാൾ കൂടുതൽ മൈക്രോ ഫിനാൻസിന് കൂടുതൽ സാധ്യതകളാണ് ഇപ്പം പൊതുവായിട്ടുള്ളത്. പിന്നെ RBIയുടെ നയങ്ങളൊക്കെ കുറച്ചും കൂടി അനുകൂലമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും ഫ്യൂച്ചറിൽ നല്ലൊരു സാധ്യതയുണ്ട്. പിന്നെ ബാങ്കിങ് രീതിയിലേക്ക് പോകുമ്പം ഈ മൈക്രോ ഫിനാൻസ് തന്നെ നമുക്ക് ആ ഒരു രീതിയിലുള്ള ബിസിനസ് തന്നെ നമ്മൾ തുടരാൻ തന്നെയാണ് നമ്മളും ആഗ്രഹിക്കുന്നത്. ഒരു മോഡേൺ കോർപ്പറേറ്റ് ബാങ്കിങ് നമ്മളൊരിക്കലും ചൂസ് ചെയ്യുന്നില്ല. നമ്മളെ സംബന്ധിച്ച് അടിസ്ഥാനപരമായി സോഷ്യൽ ബാങ്കിങ് എന്നുള്ള ഒരു സ്ലോഗനാണ് ഞങ്ങൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത്. അത് തുടർന്ന് കൊണ്ടുപോകാനാണ് ഞങ്ങളുടെ ഒരു തീരുമാനം. താങ്കളെ സംബന്ധിച്ച് താങ്കൾ ഏറ്റവും കൂടുതൽ താങ്കളുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്തിട്ടുള്ളത് തൃശ്ശൂർ ജില്ലയിലാണ്. അപ്പോൾ താങ്കളെ സംബന്ധിച്ച് ഇടുക്കി പോലെയുള്ളൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. അപ്പോൾ പ്രത്യേകിച്ച് തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൃശ്ശൂർ ബിസിനസ്സിൻ്റെ വലിയൊരു കേന്ദ്രം കൂടിയാണ്. പക്ഷേ ഇവിടെ താങ്കൾ വരുന്ന സമയത്ത്, അതുപോലെ താങ്കളുടെ ബിസിനസ് ഫ്ലറിഷ് ചെയ്യുന്ന സമയത്തൊക്കെ തൃശ്ശൂർക്കാരുടെ ഒരു സഹകരണം എങ്ങനെയൊക്കെയായിരുന്നു? കേരളത്തിൽ എനിക്ക് തോന്നുന്നത് ഏറ്റവും കൂടുതൽ ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളുള്ള സ്ഥലം തൃശ്ശൂരാണ്. അപ്പോൾ ഭയങ്കരമായിട്ടുള്ളൊരു വെൽക്കമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. പക്ഷേ ഞങ്ങളുടെ എതിരാളികളെന്ന് വിചാരിക്കുന്ന കുറേ സ്ഥാപനങ്ങളെല്ലാം ഇവർ തൃശ്ശൂരുകാരല്ല. അങ്ങനൊരു പ്രചരണം ആദ്യകാലങ്ങളിൽ നടത്തിയിരുന്നു. വേറെ ജില്ലയിൽ നിന്നൊക്കെ വന്നതാണ് എന്നുള്ളൊരു. പക്ഷേ അതിന് ഏറ്റവും സപ്പോർട്ടീവായിട്ട് അവർ വേറെ ജില്ലയിൽ നിന്ന് വന്നാൽ എന്താണ്, അവർ മലയാളികളല്ലേ, വേറെ ജില്ല എന്ന് പറഞ്ഞാൽ അടുത്ത ജില്ലയാണല്ലോ, അങ്ങനെ പറഞ്ഞ് ഞങ്ങൾക്ക് ഭയങ്കര സപ്പോർട്ട് തന്നിട്ടുള്ള ഒരുപാട് ആളുകൾ ഇപ്പോഴും ഞങ്ങളുമായിട്ട് സഹകരിക്കുന്നുണ്ട്. അന്ന് മുതലേ സഹകരിക്കുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര സപ്പോർട്ടാണ്. അത് സപ്പോർട്ടില്ലെങ്കിൽ ഒരിക്കലും ഞങ്ങൾക്ക് ഇവിടെ നിലനിൽക്കാൻ പറ്റില്ല. നമ്മൾ സ്വപ്നം ഉണ്ടായിട്ട് മാത്രം കാര്യമില്ലല്ലോ. നമ്മുടെ കയ്യിൽ ഇത്രയും വലിയൊരു കമ്പനി നടത്താനുള്ള ഒരു ക്യാപിറ്റൽ നമ്മുടെ കയ്യിൽ നമുക്ക് എന്തായാലും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ തീർച്ചയായിട്ടും അതിൻ്റെ സപ്പോർട്ട്, പ്രത്യേകിച്ചും തൃശ്ശൂരിൽ നിന്നുള്ള സപ്പോർട്ട് എന്ന് പറയുന്നത് ഇപ്പോഴും എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ, ഞങ്ങൾ പല ജില്ലയിൽ നമുക്ക് ബ്രാഞ്ച് ഉണ്ടെങ്കിലും തൃശ്ശൂരിൽ കിട്ടുന്ന ഇൻവെസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നും കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് നിന്ന് സ്വീകാര്യത എന്ന് പറഞ്ഞാൽ മറ്റ് സ്ഥലങ്ങളിലൊക്കെ എനിക്ക് തോന്നുന്നത് താരതമ്യേന കുറവാണ്. തൃശ്ശൂരിലെ ജനങ്ങളെ, അവരുടെ ഇൻവെസ്റ്റേഴ്സിനെയൊക്കെ നമുക്ക് മറന്നുകൊണ്ട്, അല്ലെങ്കിൽ അവരെ പറയാതെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിൻ്റെ ജീവിതം അല്ലെങ്കിൽ ആ ഒരു ഇത് പൂർണ്ണമാവില്ല. ഒരുപാട് ഭയങ്കര സപ്പോർട്ടാണ് ഇപ്പോഴും. ആ ഒരു സപ്പോർട്ടിൽ നല്ല സപ്പോർട്ടാണ്. ഇപ്പോൾ ഒരു പ്രൊഡക്റ്റിനെ സംബന്ധിച്ചാണെങ്കിലും ഒരു സംരംഭത്തെ സംബന്ധിച്ചാണെങ്കിലും ഒരു ടെസ്റ്റിമോണിയൽ ലഭിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ്. പ്രത്യേകിച്ച് എത്ര ഹാപ്പി ആയിട്ടുള്ളൊരു കസ്റ്റമർ ആണെങ്കിലും ഒരു പൊതുജന മധ്യത്തിൽ ഞാനൊരു പ്രൊഡക്റ്റ് ഉപയോഗിച്ചു, അല്ലെങ്കിൽ ഞാനൊരു സംരംഭൻ്റെ കയ്യിൽ നിന്ന് നല്ലൊരു റിസൾട്ട് കിട്ടി, അത് ഓപ്പണായി പറയുക എന്നുള്ളത് ചെറിയൊരു കാര്യമല്ല. നമ്മളെ സംബന്ധിച്ച് അത് വലിയൊരു അസറ്റ് കൂടിയാണ്. നമ്മൾ പോലും പറയാതെ നമുക്ക് വേണ്ടി പോസിറ്റീവായിട്ട് സംസാരിച്ച ഒരു ക്ലയൻറ്റോ കസ്റ്റമറോ ഉണ്ട്? അതൊന്നല്ല, ഒരുപാട് പേരുണ്ട്. ഒരാൾ ഒരു പേര് പറഞ്ഞാൽ ചിലപ്പം എനിക്ക് തോന്നുന്നത് എന്താ വെച്ചാൽ മറ്റു പലർക്കും ഇതാവും. കാരണം നമുക്ക് ആയിരക്കണക്കിന് കസ്റ്റമേഴ്സ് നമുക്കുണ്ട്. ഒന്ന് ലോൺ കൊടുത്തവർ 10,000 എനിക്ക് തോന്നുന്നു 50,000 മുകളിൽ കസ്റ്റമേഴ്സ് നമുക്ക് ലോൺസ് കൊടുത്തിട്ടുണ്ട്. അവരുടെ ടെസ്റ്റിമോണിയൽ എന്ന് പറയുന്നതാണ് ഏറ്റവും, കാരണം നമുക്കതൊരു ഭയങ്കര അനുഭവമാണ്. അവരെ നമുക്കൊരു ജീവിതത്തിൽ മെച്ചപ്പെട്ടു. ഇൻവെസ്റ്റേഴ്സിൻ്റെ ഭാഗത്ത് നിന്ന് നോക്കുമ്പോൾ ആ ഒരു രീതിയിൽ നമ്മൾ നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഒരുപാട് ആളുകളുണ്ട്. കാരണം ഇപ്പോഴും നമ്മൾ അവർക്ക് സർവീസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഒരാളുടെ പേര് മാത്രമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറയുന്ന പോലെ മറ്റുള്ളവർക്ക് ഒരു വിഷയം, കാരണം എല്ലാവരും നമ്മളുമായിട്ട് അടുത്ത് നിൽക്കുന്ന ആൾക്കാരാണ്. പക്ഷേ ആദ്യകാലങ്ങളിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് നമ്മളൊന്നും അല്ലാതിരുന്ന, ഞങ്ങൾ ആശയം മാത്രം പറഞ്ഞ സമയത്തും ഞങ്ങളോട് സഹകരിച്ച ഒരുപാട് ആൾക്കാരുണ്ട്. അവർക്ക് ഒരുപാട് പേരുണ്ട്. ഇപ്പം എനിക്ക് തോന്നുന്നു ഞാനത് പേര് പറയാൻ തുടങ്ങിയാൽ ചിലപ്പോൾ വിട്ടുപോകാൻ സാധ്യതയുള്ളതുകൊണ്ട് അത് എന്ത് പേര് എന്തുകൊണ്ട് പറഞ്ഞില്ല. ചിലപ്പോൾ നമ്മൾ ഏറ്റവും പെട്ടെന്ന് ഓർക്കാതിരിക്കുന്നതിന് വെച്ചാൽ ഏറ്റവും അടുത്തുള്ള ആൾക്കാരായിരിക്കും. അപ്പോൾ അതുകൊണ്ട് പേര് പറയുന്നില്ല. പക്ഷേ ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവരും ഇപ്പോഴും നമ്മളത്ര, കാരണം എന്തെങ്കിലും ഒരു ഇത് വന്നാൽ നമ്മളോട് വിളിച്ച് സംസാരിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ക്രൈസിസ് വരുന്ന സമയത്തും, കാരണം ഈ സാമ്പത്തിക സ്ഥാപനമാകുമ്പോൾ എല്ലാ മാസവും അല്ലെങ്കിൽ എല്ലാ വർഷവും നമുക്ക് ഒരേപോലെ ഇരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പം ഇങ്ങോട്ട് ചോദിച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സഹായം വേണോ, എൻ്റെ കയ്യിൽ ഇപ്പം ഇത്രയും തുകയുണ്ട്, എൻ്റെ കയ്യിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ ഞാൻ തരാം, അങ്ങനെ പറഞ്ഞ ഒരുപാട് ആളുകൾ ഉണ്ട്. അപ്പോൾ അവരെയൊക്കെ നമുക്ക് മറന്നുകൊണ്ട് നമുക്കൊരു
ഇതില്ല. അവരെല്ലാം നമ്മുടെ കുടുംബത്തിലെ ഞങ്ങൾ സൗത്ത് ഇന്ത്യൻ ഫാമിലി എന്നാണ് ഞങ്ങൾ പറയുക, കസ്റ്റമേഴ്സ് ഉൾപ്പെടെ സ്റ്റാഫ് ഉൾപ്പെടെ എല്ലാം. അപ്പോൾ അത് മറന്നുകൊണ്ടോ അല്ലെങ്കിൽ അവരില്ലാതെ നമുക്കൊരു ജീവിതം ഇല്ല. മുന്നോട്ട് നമ്മളെ നയിക്കുന്നത് അവരുടെ പിന്തുണയാണ്. നമുക്ക് അവരുടെ പിന്തുണ ഇല്ലാതെ പറ്റില്ല. ഞങ്ങൾ എല്ലാ വർഷവും ഒരു കസ്റ്റമർ മീറ്റ് നടത്താറുണ്ട്. അപ്പോൾ അതിൽ 1000-ന് മുകളിൽ കസ്റ്റമർ, നമുക്ക് എനിക്ക് തോന്നുന്നത് ഡെപ്പോസിറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്ത ആൾക്കാർ അതിന് 3000-ന് മുകളിലുണ്ട്. അപ്പോൾ അതിലൊരു 1000 പേരെങ്കിലും നമുക്ക് ആ സമയത്ത് വരും. അപ്പോൾ അത് എല്ലാ വർഷവും ഞങ്ങൾ ഉണ്ട്. അതില്ലെങ്കിൽ ആൾക്കാർ വിളിച്ചു ചോദിക്കും, നിങ്ങൾ ഒന്ന് മാറിപ്പോയി കഴിഞ്ഞാൽ പറയും നിങ്ങൾ എന്നാണ് എന്ന് വിളിച്ചു ചോദിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ അതൊരു ഒത്തുകൂടലാണ്, നമ്മൾ കാര്യങ്ങളെല്ലാം പറയാം. അപ്പോൾ അവർക്ക് ഒരു സ്പേസ് ഉണ്ട് ഈ സംസാരിക്കാനായിട്ട്, നമ്മളോട് നേരിട്ട് സംസാരിക്കാനുള്ള. പിന്നെ ചെറിയ ചെറിയ മീറ്റിങ്ങുകൾ നമ്മൾ വെക്കാറുണ്ട്. എല്ലാ കമ്പനികളും അങ്ങനെ ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ ചെയ്യുന്നുണ്ട്. നമ്മളത് ഇത്രയും നാൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഈ വർഷമുണ്ട്, നമ്മൾ ഡിസംബറിലാണത് സാധാരണ വരാറുള്ളത്. അപ്പോൾ ആളുകളുടെ സജീവമായൊരു പിന്തുണയുണ്ട് അതിന്. ഇപ്പോൾ ഏകദേശം ഒരു 22ഓളം വർഷത്തെ എക്സ്പീരിയൻസ് ഉണ്ട് താങ്കളെ സംബന്ധിച്ച്. സൗത്ത് ഇന്ത്യൻ ക്രെഡിറ്റ്സിൻ്റെ CEO എന്ന രീതിയിൽ ഈ ഫിനാൻഷ്യൽ ഇയർ ഉള്ള പുതിയ സ്വപ്നങ്ങൾ, പുതിയ ചുവടുവെപ്പുകൾ എങ്ങനെയൊക്കെയാണ് മനസ്സിലുള്ളത്? ബിസിനസ് എക്സ്പാൻഷനാണ് നമ്മളെ സംബന്ധിച്ച് നമ്മുടെ എന്താ പറയുക അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്ന് പറയുന്നത്. ഈ വർഷം നമ്മളൊരു 10 ബ്രാഞ്ചസാണ് കൂടുതലായിട്ട് നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഒരു 150 crore ബിസിനസ്സാണ് നമ്മൾ ഈ വർഷം നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അനുകൂലമായ പരിസ്ഥിതി ഉണ്ടെങ്കിൽ നമ്മൾ അതിലേക്ക് നമുക്ക് എത്താനായിട്ട് നമ്മൾ സാധിക്കും. ഇപ്പം നിലവിൽ നമുക്ക് 200-ന് മുകളിൽ സ്റ്റാഫുകളുണ്ട്. സ്റ്റാഫ് സ്ട്രെങ്ത് സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ബ്രാഞ്ചസും മറ്റു കാര്യങ്ങളെല്ലാം വരുമ്പോൾ സ്റ്റാഫ് സ്ട്രെങ്ത് കൂടും. നല്ലൊരു സ്ട്രക്ചർ, ബോർഡ്, അതുപോലെ തന്നെ മാനേജ്മെൻറ്റ്, കീ മാനേജർ സ്റ്റാഫ്, അങ്ങനെയുള്ള ആളുകളെല്ലാം ഉൾക്കൊള്ളുന്നതാണ് നമ്മളൊരു ചെറിയ കമ്പനി ആണെങ്കിലും ഒരു വലിയ കമ്പനിയുടേതായിട്ടുള്ള രീതിയിലുള്ള എല്ലാ സ്ട്രക്ചറും നമ്മൾ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റ്സും ഒക്കെ നമ്മൾ ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വർഷം നമുക്ക് ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള വർഷമാണ് ഈ വർഷം. അപ്പോൾ എന്തായാലും അങ്ങനെയുള്ള വിഷസ് എല്ലാം തന്നെ ഫുൾഫിൽ ചെയ്യാനായിട്ട് സാധിക്കട്ടെ. താങ്ക് യു. എല്ലാവിധ ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. താങ്ക് യു. ആത്മവിശ്വാസത്തോടെയുള്ള പ്രവർത്തനങ്ങളും കൃത്യമായൊരു ദിശാബോധവും അതിനുവേണ്ടി അർപ്പണം ചെയ്യാനുള്ളൊരു മനസ്സുമാണ് ഏതൊരു ബിസിനസ്സുകാരനെയും വലിയ വലിയ വിജയങ്ങളിലേക്ക് കാലം കൈപിടിച്ച് നടത്തുന്നത്. അങ്ങനെ തൃശ്ശൂരിൻ്റെ വാണിജ്യ ഭൂപടത്തിൽ സ്വന്തമായൊരിടം അടയാളപ്പെടുത്തിയ മറ്റ് അനേകം വ്യക്തിത്വങ്ങളിലൂടെയുള്ള ഈ യാത്ര തുടരുക തന്നെ ചെയ്യും. വീണ്ടും കാണാം ഉയരയുടെ മറ്റൊരു എപ്പിസോഡിലൂടെ. ഉയരെ, ചെറിയ കഥകൾ, വലിയ ഉയരങ്ങൾ. A talk show that inspires.